അതീന്ദ്രിയം അധ്യായം 13. ഡോക്ടർ വാതിൽ തുറന്ന് ഇറങ്ങി വന്നു. പുറത്ത് വിങ്ങിപ്പൊട്ടി നിന്ന നമ്പ്യാരോടും ഭാര്യയോടും പറഞ്ഞു, നിങ്ങളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അവൾക്ക് ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ, ഓപ്പറേഷനോ മറ്റോ? ഒന്നും വേണ്ടെന്നേ. ആകെ 9 മുറിവുണ്ടെങ്കിലും ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്പം വലുതെന്ന് പറയാൻ. തോൾ പലകയ്ക്ക് താഴെയേറ്റ ആ മുറിവിനും പക്ഷേ 1 ഇഞ്ച് ആഴമേ ഉള്ളൂ. 3 തുന്നലിട്ടു, തീർന്നു. മറ്റു മുറിവുകളെല്ലാം പുറന്തൊലി പൊട്ടി ചോര വന്നേയുള്ളൂ. കഷ്ടിച്ച് 1/4 സെന്റിമീറ്റർ മുറിഞ്ഞിട്ടുണ്ടാകും. അത് ഡ്രസ്സ് ചെയ്യാൻ ഒരു നഴ്സ് പോലും വേണ്ട, അവനവനെ കൊണ്ട് പറ്റും. നമ്പ്യാർക്കും സുമതിക്കുട്ടിയമ്മയ്ക്കും ആശ്വാസമായി. ബോധമില്ലാതായപ്പോൾ ഞങ്ങള് ഭയന്നുപോയി, നമ്പ്യാർ പറഞ്ഞു. കുത്തേറ്റിട്ട് ബോധം കെട്ടതല്ല, കുട്ടി വല്ലാതെ പേടിച്ചുപോയി. അതാണ് ബോധം മറയാൻ കാരണം. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വരും ഡോക്ടർ? ഇന്ന് തന്നെ പോകാം, വേണമെങ്കിൽ ഈ നിമിഷം. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 1 ദിവസം അവളിവിടെ കിടക്കട്ടെ. അതാ ഡോക്ടർ നല്ലത്, സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. ഒരു കാര്യം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല മിസ്റ്റർ നമ്പ്യാർ. ആകെ 9 കുത്തുകൾ, അതിൽ 8 മുറിവുകളും ഒരുപോലെ. വയറിലും നെഞ്ചിലും തോളിലും കഴുത്തിലും കയ്യിലുമെല്ലാം കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കുത്തിന് പോലും 1 സെന്റിമീറ്റർ കൂടുതൽ ആഴത്തിൽ തുളച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. വളരെ സൂക്ഷ്മതയോടെ ഒരു ബ്ലേഡ് കൊണ്ട് വരഞ്ഞാൽ പോലും ഇത്ര സാമ്യമുള്ള മുറിവുകൾ ഉണ്ടാക്കുക അസാധ്യമാണ്. മൂർച്ച തീരെയില്ലാത്ത കത്തിയായിരിക്കും കുത്താൻ ഉപയോഗിച്ചത്. അതേതായാലും നന്നായി, നമ്പ്യാർ പറഞ്ഞു. നല്ല മൂർച്ചയുള്ള കത്തി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലേ അത്ഭുതം. തോൾ പലകയ്ക്ക് താഴെയുള്ള ഒരേയൊരു മുറിവിന് മാത്രം കഷ്ടിച്ച് 1 ഇഞ്ച് ആഴമുണ്ട്. ചുറ്റുപാടുമുള്ള ത്വക്കിനോ മാംസത്തിനോ കാര്യമായ ക്ഷതമൊന്നും ഏറ്റിട്ടുമില്ല. മറ്റുള്ള മുറിവുകളുടെ കാര്യവും ഇതുപോലെ തന്നെ. കത്തിക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. കൊല്ലണമെന്ന് വിചാരിച്ചായിരിക്കില്ല ചെയ്തത്. ഒന്ന് ഭയപ്പെടുത്തണമെന്നേ ഉദ്ദേശിച്ചിരിക്കുകയുള്ളൂ. എനിക്ക് മതിയായ ഒരു വിശദീകരണം തരാൻ പറ്റുന്നില്ല. തൊലിക്കുള്ളിൽ വെച്ച് ഒരു പരിച കൊണ്ട് കുത്തുകൾ തടയപ്പെട്ടതുപോലെയാണ്. അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ പോയി. കരുണാകരൻ നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും അഞ്ജലിയെ കണ്ടു. അവൾ ബെഡിൽ കിടക്കുകയായിരുന്നു. ദേഹത്ത് അവിടെ ബാൻഡേജ് ഉണ്ട്. ക്ഷീണമോ പരിഭ്രമമോ ഒന്നും ഇപ്പോഴവളുടെ മുഖത്ത് കാണപ്പെട്ടില്ല. ഞങ്ങളാകെ ഭയന്നു പോയല്ലോ മോളെ. വാസ്തവത്തിൽ എന്താ ഉണ്ടായത്? നീയൊന്ന് വിസ്തരിച്ച് പറഞ്ഞേ. ജയേട്ടൻ കത്തിയുമായി എന്നെ കുത്താൻ വന്നതും ആദ്യത്തെ കുത്ത് തോളിലേറ്റതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അച്ഛാ. ഞാൻ വീണുപോയി. പിന്നെ ഇവിടെ ഈ ആശുപത്രി വെച്ചാ ഓർമ്മ കിട്ടുന്നത്. ഗാർഡനിൽ വീണതിന് ശേഷമുള്ള യാതൊന്നും നിനക്ക് ഓർമ്മയില്ലെന്നോ? നമ്പ്യാർ അത്ഭുതപ്പെട്ടു. ഇല്ല, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. വീണ്ടും 8 തവണ കൂടി നിന്നെ അവൻ കുത്തി. പക്ഷേ കാര്യമായി ഏറ്റില്ല. നീ നിലവിളിച്ചുകൊണ്ട് ഓടി. സ്റ്റെയർ കേസിന്റെ 3/4 ഭാഗത്തോളം നീ തനിയെ ഓടിക്കയറി. അവിടെയാണ് നീ ബോധം കെട്ട് വീണത്. അഞ്ജലിയുടെ കണ്ണുകൾ വിടർന്നു. നേരോ? ഒരു പക്ഷേ പേടികൊണ്ട് എന്റെ സമനില തെറ്റിയിരിക്കും. അതെ അതെ, അങ്ങനെയാണ് ഞങ്ങളും വിചാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോരാമല്ലോ അച്ഛാ. വേണ്ട വേണ്ട, 1 ദിവസം ഇവിടെ കിടക്കുക. നാളെ പോയാൽ മതിയെന്ന ഡോക്ടറും പറഞ്ഞത്. മാത്രമല്ല, പോലീസ് മൊഴിയെടുക്കാൻ വന്നാൽ സംഭവം അതുപോലെ പറയുകയും വേണം. ജയേട്ടന്റെ പേരിൽ കേസ് വരുമോ അച്ഛാ? പിന്നെ വരാതെ. കൊലപാതക ശ്രമമല്ലേ അവൻ നടത്തിയത്. മാത്രമല്ല, നിന്നെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. കേസൊന്നും വേണ്ടച്ഛാ, പോട്ടെ, നമുക്കിത് ക്ഷമിച്ചു കളയാം. പോലീസ് വരും. ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞു. ഡോക്ടർക്ക് അയാളുടെ ഡ്യൂട്ടി ചെയ്യണ്ടേ? ഇനി കേസ് രാജിയാകണമെങ്കിൽ പോലീസ് മുഖാന്തിരമോ അല്ലെങ്കിൽ കോടതിയിൽ ചെന്നിട്ടോ ഒക്കെയേ പറ്റൂ. പോലീസ് വന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. പക്ഷേ വരാതിരിക്കില്ല. വരില്ലെന്ന് വിചാരിക്കാം. നിനക്കെന്താ ഇപ്പോൾ ജയന്തനോട് ഇത്ര അലിവ്? അവൻ നിന്നെ കൊല്ലാനാണ് വന്നതെന്ന് ഓർക്കണം. അച്ഛൻ കണ്ടോ ജയേട്ടന്റെ മുഖം? ഭയങ്കരം. ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞതേയില്ല. പൊള്ളിക്കരിഞ്ഞ് വികൃതമായിട്ട്. എന്ത് കഷ്ടമാ അല്ലേ? ജയേട്ടന്റെ മുഖം ആ വിധത്തിലാക്കിയത് ഞാനാണെന്ന് വിചാരിച്ചല്ലേ എന്നെ കൊല്ലാൻ വന്നത്. സാരമില്ല, അവനവന്റെ മുഖം ആ വിധത്തിലാക്കിയെന്ന് വിചാരിക്കുന്ന ആരോടും ഇങ്ങനെ പ്രതികരിക്കൂ. ഈ ഞാനായാൽ പോലും. മനുഷ്യന് അവന്റെ മുഖമല്ലേ അച്ഛ പ്രധാനം. അഞ്ജലിയുടെ ഈ മറുപടി കരുണാകരൻ നമ്പ്യാരെ വിസ്മയാധീനനാക്കി. പക്ഷേ മോൾ ഇക്കാര്യത്തിൽ തെറ്റുകാരിയല്ലല്ലോ. അതോ ജയന്തന്റെ മുഖം അങ്ങനെയാക്കിയതിൽ നിനക്ക് കൈയുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? നിന്റെ സംസാരം കേട്ടിട്ട് നിനക്ക് കുറ്റബോധമുള്ളതുപോലെ തോന്നുന്നു. എനിക്കെന്തിനാ കുറ്റബോധം ജയേട്ടനോട്? സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ ജയേട്ടനോട് ഒരു വിധത്തിലും ദ്രോഹിച്ചിട്ടില്ല.
ആരായാലും ജയേട്ടനോട് ചെയ്തത് കൊടും ക്രൂരതയായി പോയെന്നേ ഞാൻ പറയൂ. കരുണാകരൻ നമ്പ്യാർ പകച്ചുപോയി. തന്റെ മകളെ തനിക്ക് മനസ്സിലാകുന്നില്ലേ? അവൾ ആരാണ്? അവൾ ജയന്തനെ ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ജയന്തൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ അവൾക്ക് പരാതിയുമില്ല. തനിക്ക് വിശദീകരിക്കാൻ സാധ്യമല്ലെന്ന് ഡോക്ടർ പറഞ്ഞ 8 മുറിവുകളുടെ കാര്യമോ? തൊലിക്കുള്ളിൽ വെച്ച് പരിച കൊണ്ട് തടയപ്പെട്ടതുപോലെയുള്ള മുറിവുകൾ, കത്തിയാണെങ്കിൽ മൂർച്ചയുള്ളതും. രാത്രിയിൽ സുമതിക്കുട്ടിയമ്മ ആശുപത്രിയിൽ അഞ്ജലിക്ക് കൂട്ടിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ കിട്ടിയിട്ടും അഞ്ജലിയുടെ മൊഴിയെടുക്കാനോ FIR തയ്യാറാക്കുവാനോ പോലീസ് എത്താതിരുന്നത് കരുണാകരൻ നമ്പ്യാരെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ഡോക്ടറോട് ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊരു സംഭവം ആദ്യമാണെന്ന് ഡോക്ടറും പറഞ്ഞു. പോലീസിന്റെ അനാസ്ഥ തന്നെ. ഒന്നുകിൽ അക്കാര്യം അവർ മറന്നു കാണും, അല്ലെങ്കിൽ പ്രതിയുടെ പക്ഷത്തു നിന്ന് കാര്യമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി വിളിച്ചു ചോദിക്കാം. ഡോക്ടർ സ്റ്റേഷനിലേക്ക് 2-3 ആവർത്തി ഡയൽ ചെയ്തിട്ടും ഫലമൊന്നും ഉണ്ടായില്ല. ഒന്നുകിൽ എൻഗേജ്ഡ് ടോൺ, അല്ലെങ്കിൽ റോങ് നമ്പർ. SI എന്റെ ഒരു സ്നേഹിതനാണ്, ഞാൻ അയാളെ കണ്ട് ചോദിച്ചു കൊള്ളാം, ഡോക്ടർ പറഞ്ഞു. പിറ്റേന്ന് അഞ്ജലി മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ സുകുമാരൻ നായരും ഭാര്യയും അശോകനും കാത്തിരിപ്പുണ്ട്. എന്റെ മോളെ വകവരുത്താൻ എത്തിയതാണോ കുടുംബത്തോടെ? കരുണാകരൻ നമ്പ്യാർ അമർഷത്തോടെ ചോദിച്ചു. സുകുമാരൻ നായരും ഭാര്യയും ദീനഭാവത്തിൽ നമ്പ്യാരെ നോക്കി. ക്ഷമയാചിക്കാൻ വന്നതാ. അവൻ ഒരവിവേകം കാട്ടി. അവന് നല്ല ബോധമില്ലായിരുന്നു. ഞങ്ങൾ അവനെ മുറിയിലിട്ട് അടച്ചിരിക്കുകയാ. ഈശ്വരനെ വിചാരിച്ച് കേസിനൊന്നും പോകരുത്. മുഖം കണ്ണാടിയിൽ കണ്ടതിൽ പിന്നെ അവനൊരു മാതിരി ഭ്രാന്ത് പിടിച്ച പോലെയാ, ദൈന്യതയോടെ സുകുമാരൻ നായർ പറഞ്ഞു. അവനവളെ കൊന്നിരുന്നുവെങ്കിലോ? 9 കുത്താണവൻ കുത്തിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത്. എല്ലാം ഞങ്ങൾ അറിഞ്ഞു. ദൈവാധീനം കൊണ്ട് സാരമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. അവന്റെ ഒരവസ്ഥ ഓർത്തിട്ടെങ്കിലും നിങ്ങളിത് മാപ്പാക്കണം. മനുഷ്യന്റെ മുമ്പിൽ അവന് ഇറങ്ങാൻ പറ്റാതായി. മുഖം കണ്ടാൽ ആരും പേടിച്ചു പോകും. അഞ്ജലി കാരണമാണല്ലോ അവൻ ഇങ്ങനെയൊക്കെ. നിർത്ത്, നമ്പ്യാർ കയ്യാട്ടി തടഞ്ഞു. എന്റെ മോളെ കൊല്ലാനാ അവൻ നോക്കിയത്, സുമതിക്കുട്ടിയമ്മ വീറോടെ പറഞ്ഞു. അവനോട് ഒരു കാലത്തും ക്ഷമ കാണിക്കാൻ പാടില്ലാത്തതാ. നമ്മള് കുടുംബക്കാരായതുകൊണ്ടും പുറത്ത് 4 പേര് അറിഞ്ഞാൽ നാറ്റക്കേസാകുമല്ലോന്ന് ഓർത്തിട്ടുമാ ഞങ്ങൾ ഇത്രയും ക്ഷമിച്ചത്. 5 കാരണമാ നിങ്ങളുടെ മകന് ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു കാലത്തും സമ്മതിച്ചു തരില്ല. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഏതായാലും നിങ്ങളിപ്പോൾ പോ. കരുണാകരൻ നമ്പ്യാർ അസ്വസ്ഥത കാട്ടി. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. അത്തരമൊരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ഇത് കോടതിയോളം വലിച്ചിഴക്കരുതെന്ന എന്റെയും ആഗ്രഹം. സുകുമാരൻ നായരും രുക്മിണിയമ്മയും അശോകനും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. മകൻ കുത്തിക്കൊല്ലാൻ വന്നതിന് 2 വാക്കിൽ മാപ്പ് ചോദിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മനുഷ്യരാണല്ലോ ഇവരും. സുമതിക്കുട്ടിയമ്മ കുപിതയായി പിറുപിറുത്തു. സന്ധ്യയ്ക്ക് കരുണാകരൻ നമ്പ്യാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഇത്തവണ കണക്ഷൻ കിട്ടി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെയല്ലോ, ആരാണ്? ഞാൻ വലിയമംഗലത്ത് കരുണാകരൻ നമ്പ്യാർ. SI സദാശിവനുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കൂ. അല്പം ചില പിറുപിറുകലുകൾക്ക് ശേഷം SIയെ ലൈനിൽ കെട്ടി. സർ, ഞാൻ നമ്പ്യാർ. മനസ്സിലായി. എന്താ പ്രശ്നം? എന്റെ മോൾ അഞ്ജലിയെ ഒരാൾ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ തന്നിരുന്നല്ലോ. മൊഴിയെടുക്കാൻ ആരും വന്നില്ല. മറന്നുപോയതോ ഉപേക്ഷിച്ചതോ അതോ ആരുടെയെങ്കിലും സ്വാധീനം? നിങ്ങൾ എന്താ പറയുന്നത് മിസ്റ്റർ നമ്പ്യാർ? ഞങ്ങൾ മൊഴിയെടുത്തു കഴിഞ്ഞല്ലോ. ആശുപത്രിയിൽ വന്ന് മോളെ കാണാതെയോ? നിങ്ങളുടെ മോൾ സ്റ്റേഷനിൽ വന്ന് മൊഴി തന്നു. ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് അവൾ സ്റ്റേഷനിൽ വന്നത്. കരുണാകരൻ നമ്പ്യാർ മലച്ചിരുന്നു പോയി. റിസീവറിലേക്ക് അയാൾ അവിശ്വസനീയതയോടെ തുറച്ചു നോക്കി. ഹലോ, സദാശിവന്റെ ശബ്ദം അയാൾ കേട്ടു. എനിക്ക് താങ്കളെ നേരിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾ സ്റ്റേഷനിലുണ്ടാവുമോ? എപ്പോൾ? ഇപ്പോൾ തന്നെ. ക്വാർട്ടേഴ്സിലുണ്ടാവും. അങ്ങോട്ട് വരികയായിരിക്കും സൗകര്യം. ഓക്കെ. കരുണാകരൻ നമ്പ്യാർ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ഇന്നലെ വയ്യാതെ കിടക്കുകയായിരുന്ന അഞ്ജലി എഴുന്നേറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? കരുണാകരൻ നമ്പ്യാർ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴേക്കും ടെലഫോൺ ശബ്ദിച്ചു. അയാൾ റിസീവർ എടുത്തു. ഹലോ. ഹലോ, നമ്പ്യാരുടെ വീടല്ലേ? അതെ, നമ്പ്യാർ ഹിയർ. ഹലോ, ഞാൻ ഡോക്ടറാണ്. SIയെ കണ്ട് മറ്റേ കാര്യം സംസാരിച്ചിരുന്നു.
അഞ്ജലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മൊഴി കൊടുത്തിരുന്നുവെന്ന് അയാൾ പറയുന്നു. അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടത്രേ. ഞാൻ വിളിച്ചിരുന്നു. എന്നോടും അതുതന്നെ പറഞ്ഞു. വിളഞ്ഞ വിത്താണല്ലോ താങ്കളുടെ മോൾ. പോലീസിനെ കാണഞ്ഞ് അങ്ങോട്ട് ചെന്ന് മൊഴി കൊടുത്തിരിക്കുന്നു. അതും ആശുപത്രി സ്റ്റാഫിനെയും താങ്കളുടെയും കണ്ണുവെട്ടിച്ച്. കരുണാകരൻ നമ്പ്യാർ നിശബ്ദനായി ഇരുന്നു. ഹലോ. അപ്പുറത്തുനിന്ന് വീണ്ടും ശബ്ദം. താങ്ക്സ്, വെക്കട്ടെ. മറുപടിക്ക് നിൽക്കാതെ നമ്പ്യാർ റിസീവർ വെച്ചു. എന്നിട്ട് എന്തോ ആലോചിച്ച് അല്പസമയം ഇരുന്നു. പിന്നെ അയാൾ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി. കിച്ചണിലായിരുന്ന സുമതിക്കുട്ടിയമ്മയെ വിളിച്ചു. അവർ ഏപ്രണിൽ കൈ തുടച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു. നീ ഇന്നലെ വൈകുന്നേരം മുതൽ ആശുപത്രിയിൽ ഇല്ലായിരുന്നോ? ഞാൻ അവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ? എല്ലാ സമയത്തും നീ അഞ്ജുവിന്റെ അരികിൽ തന്നെയായിരുന്നോ? പിന്നെ അല്ലാതെ. ഇതെന്തുമാതിരി ചോദ്യവും നോട്ടവുമാ? ഭാര്യയെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ ചോദിക്കുന്ന പോലെ വയസ്സാം കാലത്ത്. എനിക്ക് തമാശ സുഖിക്കുന്ന നേരമല്ല, മനസ്സിലായോ? നമ്പ്യാരുടെ മുഖം കനത്തു. ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. അയാളുടെ സ്വരം കടുത്തിരുന്നു. സുമതിക്കുട്ടിയമ്മ ഭർത്താവിനെ മിഴിച്ചു നോക്കി. എല്ലാ സമയത്തും നീ അഞ്ജുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പുറത്തേക്കെങ്ങും നീ പോയില്ലേ? കാറ്റുകൊള്ളാൻ വരാന്തയിലോട്ടെങ്ങാനും ഒന്നിറങ്ങിക്കാണും. ഇത്തിരി നേരം നിന്നിട്ട് കയറി പോവുകയും ചെയ്തു. അഞ്ജലി എഴുന്നേറ്റ് പുറത്തേക്കെങ്ങാൻ പോയിരുന്നോ? അവൾ എങ്ങോട്ട് പോകാനാ? അതും വയ്യാണ്ട് കിടക്കുന്നോള്. ഇത് നല്ല കളി. ചോദിച്ചതിന് ഉത്തരം പറയടി. അവളാ കിടക്കേന്ന് ഒന്ന് എണീച്ചത് പോലുമില്ല. ഞാൻ കണ്ടതാ. നീ സന്ധ്യ കഴിഞ്ഞ് അവിടെ എങ്ങാനും ഇരുന്ന് ഉറങ്ങുകയോ മറ്റോ ചെയ്തോ? ഓർക്കുന്നില്ല. ക്ഷീണം കാരണം ചിലപ്പോഴെങ്ങാനും മയങ്ങി കാണുമായിരിക്കും. ഇതെന്തിനാ ഇങ്ങനെ കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കുന്നത്? നമ്പ്യാർ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. അയാൾ കാറിൽ കയറി പോലീസ് സ്റ്റേഷനടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് ഓടിച്ചു പോയി. എസ് ഐ സദാശിവൻ ക്വാർട്ടേഴ്സിന്റെ വരാന്തയിലുണ്ടായിരുന്നു. 4-5 പേർ അയാളുടെ മുമ്പിൽ ഭവ്യതയോടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഏതെങ്കിലും കേസിലെ കക്ഷികളായിരിക്കുമെന്ന് തോന്നി. നമ്പ്യാർ മുറ്റത്ത് കാർ നിർത്തി. ഇറങ്ങിയ ഉടനെ എസ് ഐ സംഭാഷണം അവസാനിപ്പിച്ച് കക്ഷികളെ പറഞ്ഞയച്ചു. വരണം വരണം. അയാൾ നമ്പ്യാരെ സ്വാഗതം ചെയ്തു. ഇരിക്കൂ. അയാൾ കസേര ചൂണ്ടിക്കാട്ടി. നമ്പ്യാർ ഇരുന്നു. ഞാൻ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നാളെ മിക്കവാറും ഞാനങ്ങോട്ട് വന്നേനെ. താങ്കൾ ഇങ്ങോട്ട് വന്നത് ഒരു കണക്കിൽ നന്നായി. വാസ്തവത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? കരുണാകരൻ നമ്പ്യാർ ആദ്യം മുതൽ ജയന്തന് മുഖം പൊള്ളിയതുൾപ്പെടെയുണ്ടായ സംഭവങ്ങൾ അത്രയും വിശദമായിട്ട് പറഞ്ഞു. കേട്ടുകൊണ്ടിരുന്ന സദാശിവന്റെ നെറ്റിയിലെ ചുളിവുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയും കണ്ണുകൾ ചുരുങ്ങി ചെറുതാവുകയും ചെയ്തു. ഇതിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. എനിക്ക് നിങ്ങളുടെ മകൾ പറഞ്ഞതല്ലേ അറിയൂ. എസ് ഐ ഒടുവിൽ പറഞ്ഞു. എന്റെ മകൾ സ്റ്റേഷനിൽ വന്നു എന്നുള്ളത് സത്യമാണല്ലോ. അതെന്താണൊരു ചോദ്യം മിസ്റ്റർ നമ്പ്യാർ? ഞാനെന്തിന് നിങ്ങളോട് കള്ളം പറയണം? എപ്പോഴാണ് അവൾ വന്നത്? വൈകുന്നേരം 7-7:30 ആയിട്ടുണ്ടാവും. ഇനി അവൾ വന്നുവെന്ന് തന്നെ ഉന്നയിക്കട്ടെ. താങ്കൾക്ക് മഹസറും മറ്റും തയ്യാറാക്കാൻ സാക്ഷിമൊഴികൾ എടുക്കേണ്ടിയിരുന്നതല്ലേ? സംഭവസ്ഥലം വന്നു കാണുകയും ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെയൊരു നീക്കം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഞാൻ സംഭവസ്ഥലം സന്ദർശിക്കുകയും സാക്ഷിമൊഴി എടുക്കുകയും ചെയ്യുമായിരുന്നു. താങ്കളുടെ മകൾ ഇവിടെ വന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ഫയൽ മടക്കിയിട്ടില്ല, FIR തയ്യാറാക്കിയിട്ടില്ല. അത് വേണോ വേണ്ടയോ എന്ന് വയ്ക്കാൻ ഇനിയും സമയമുണ്ട്. അതിനാണ് താങ്കളെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതും. ഞങ്ങൾ പോലീസുകാർ ഇതങ്ങനെയൊന്നുമല്ല കൈകാര്യം ചെയ്യുക. പക്ഷേ താങ്കളെ എനിക്കറിയാമല്ലോ. അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും ചെയ്യാഞ്ഞത്. ആകട്ടെ, എന്റെ മകൾ വന്ന് താങ്കളോട് എന്താ പറഞ്ഞത്? ഇത് താങ്കളുടെ കുടുംബ പ്രശ്നമാണെന്നും പുറത്തറിഞ്ഞാൽ വലിയ അപമാനമാകുമെന്നും തനിക്കോ അച്ഛനോ അമ്മയ്ക്കോ പ്രതിയുടെ പേരിൽ പരാതിയില്ലെന്നും കേസൊന്നും ചാർജ് ചെയ്യരുതെന്നും അവൾ എന്നോട് അപേക്ഷിച്ചു. അവൾ എന്തു വേഷമാണ് ധരിച്ചിരുന്നതെന്ന് ഓർമ്മയുണ്ടോ? മെറൂൺ കളറിലുള്ള സാരി. അതിൽ ഉടനീളം മഞ്ഞയും പച്ചയും നിറത്തിൽ കൊച്ചു കൊച്ചു പുള്ളികളും ഉണ്ടായിരുന്നു. പിന്നെ ദേഹത്ത് അവിടെ ബാൻഡേജുകൾ. അതെല്ലാം അവൾ കാട്ടിത്തന്നു. കത്തികൊണ്ട് പോറിയിട്ടേയുള്ളൂ. കറിക്ക് നുറുക്കുമ്പോൾ പോലും ഇതിനേക്കാൾ വലിയ മുറിവുണ്ടാകാറുണ്ട് എന്നെല്ലാം അവൾ പറഞ്ഞു. കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നി. ഒട്ടും ക്ഷീണമോ പരിഭ്രമമോ പരവശതയോ ഒന്നും അവളുടെ മുഖത്ത് കണ്ടില്ല. അളന്നു മുറിച്ച സംസാരം. നല്ല പാകതയും ആത്മവിശ്വാസവും നല്ല ചൊടിയോടെ കടന്നു വന്നു. കാര്യങ്ങൾ പറഞ്ഞു. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമാപണവും പോകാൻ നേരം നന്ദിയും പറഞ്ഞു പോയി. വാസ്തവത്തിൽ എനിക്ക് അസൂയ തോന്നിപ്പോയി. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് ഒട്ടും പതറാതെ അവനവന്റെ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാൻ ധൈര്യമുള്ള ഒരു മകൾ താങ്കൾക്കുണ്ടല്ലോ എന്നോർത്ത്. എസ് ഐ പൊട്ടിച്ചിരിച്ചു. നമ്പ്യാർക്ക് അത് അസഹ്യമായി തോന്നി.
തന്റെ തമാശ നമ്പ്യാർക്ക് രസിച്ചില്ലെന്ന് മനസ്സിലാക്കിയ സദാശിവൻ ചിരി നിർത്തി. ആട്ടെ മിസ്റ്റർ നമ്പ്യാർ, ഞാൻ ഈ ഫയൽ മടക്കണോ അതോ പ്രൊസീഡ് ചെയ്യണോ? ഫയൽ മടക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. താങ്കൾക്കെന്താ ഒരു വൈക്ലഭ്യം പോലെ? അതോ, ഇന്നലെ 7-നോ 7:30-കോ എന്റെ മകൾ അഞ്ജലി ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നലത്തെ ദിവസം അവൾ ആ മുറി വിട്ട് പോയിട്ടില്ല. അവളുടെ അരികിൽ എല്ലായ്പ്പോഴും ആളുണ്ടായിരുന്നു. എസ് ഐ നമ്പ്യാരെ തറച്ചു നോക്കി. നോ, അയാൾ നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചു. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. ആശുപത്രിയും സ്റ്റേഷനുമായി 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ഓട്ടോ പിടിച്ചു തന്നെ വന്നെന്നിരിക്കട്ടെ, ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും വേണ്ടേ ഇവിടെ വന്ന് കാര്യം പറഞ്ഞ് തിരിച്ചു പോരാൻ? വേണം. അവൾ ഓട്ടോയിലാണോ നടന്നാണോ വന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. സെൻട്രിയെ വിളിച്ച് ചോദിക്കാം. എസ് ഐ റൈറ്ററോട് ഇന്നലെ വൈകുന്നേരം പാറാവ് ആർക്കായിരുന്നുവെന്ന് ചോദിച്ചു. അയ്യപ്പന്. മറുപടി വന്നു. വിളി അയ്യപ്പനെ. 1 മിനിറ്റിനുള്ളിൽ അയ്യപ്പനെത്തി. എടോ, ഇന്നലെ വൈകുന്നേരം 7:30 മണിക്ക് എന്നെ കാണാൻ വന്ന ഒരു യുവതിയെ താൻ ഓർക്കുന്നോ? ഊവ് സാർ. അവൾ എങ്ങനെയാ വന്നതും പോയതും? നടന്നോ വണ്ടിയിലോ? നടന്നാണ് സാർ. ഗേറ്റും കടന്ന് റോഡിലെത്തി വഴിവിളക്കിന്റെ കീഴിൽ കൂടെ നടന്നു പോകുന്നതാ കണ്ടത്. ശരി, താൻ പൊയ്ക്കോ. അയ്യപ്പൻ സല്യൂട്ടടിച്ച് തിരികെ പോയി. കേട്ടല്ലോ മിസ്റ്റർ നമ്പ്യാർ, നടന്നാ അവൾ വന്നത്. വാസ്തവത്തിൽ നിങ്ങൾ അറിയാതെയാണോ അവൾ പോന്നത്? മടങ്ങി വന്നിട്ടും അതേക്കുറിച്ച് നിങ്ങളോട് ഒന്നും പറഞ്ഞുമില്ലേ? രാത്രി 7:30 മണിക്ക് ഞാനെന്റെ മോളെ, അതും കുത്തേറ്റ് ചികിത്സയിൽ കിടക്കുന്ന ഒരവസ്ഥയിൽ, തനിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതും 1 കിലോമീറ്റർ നടത്തി. ഓഹോ, അപ്പോൾ നിങ്ങൾ അറിയാതെയാണ് അവൾ പോന്നത് അല്ലേ? കക്ഷി കൊള്ളാമല്ലോ. പ്രതിയും നിങ്ങളുടെ മകളും തമ്മിൽ സ്നേഹമോ മറ്റോ? സോറി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പതി തോന്നേണ്ട കാര്യമില്ലല്ലോ. നമ്പ്യാർ കയ്യിൽമേൽ നെറ്റി താങ്ങി അല്പനേരം ഇരുന്നു. പിന്നെ എഴുന്നേറ്റു. പോകട്ടെ, ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം. താങ്കൾ പറഞ്ഞതുപോലെ നാളെ വന്ന് ഞങ്ങൾ ഒപ്പിട്ടു തരാം. നാളെ തീർച്ചയായും കാണാം. ഇന്ന് ഞാൻ ചിന്താക്കുഴപ്പത്തിലാണ്. ഓക്കെ. എസ് ഐ കൈനീട്ടി ഹസ്തദാനം നടത്തി. അവർ പിരിഞ്ഞു. അധ്യായം 14. കരുണാകരൻ നമ്പ്യാർ കാറോടിച്ച് വീട്ടിലെത്തി. മുറിയിൽ ചെന്ന് വേഷം മാറുമ്പോൾ സുമതിക്കുട്ടിയമ്മ വന്നു. എവിടെ പോയതായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ. എന്തായി? കേസ് രാജിയാക്കാമെന്ന് സമ്മതിച്ചു. അയാൾ കസേരയിലേക്ക് ചാഞ്ഞു കിടന്നു. മുഖമെന്താ വല്ലാതിരിക്കുന്നത്? അവിടെ ചെന്ന് വഴക്കിട്ടോ? ഇല്ല. പിന്നെ എന്തു പറ്റി? എനിക്കല്പം സ്വസ്ഥത വേണം, അയാൾ നീരസത്തോടെ പറഞ്ഞു. എനിക്ക് കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കണം. സുമതിക്കുട്ടിയമ്മ ഭർത്താവിനെ തുറച്ചു നോക്കി. ഈ ഭാവമാറ്റത്തിന് കാരണമെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഞാനെന്ത് പിഴച്ചു എന്ന് പിറുപിറുത്തുകൊണ്ട് അവർ മുറിവിട്ടിറങ്ങിപ്പോയി. കരുണാകരൻ നമ്പ്യാർ തമ്മിൽ കൂട്ടിയുരസി പൊട്ടിച്ചിതറുന്ന ചിന്തകളെ ഒന്നടുക്കിപ്പെറുക്കാൻ ശ്രമിച്ചു. കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് വേണം. അയാൾ തന്നെത്താൻ പെറുപെറുത്തു. അഞ്ജലിയെ വിളിച്ചു ചോദിച്ചാലോ എന്ന് ആദ്യം ആലോചിച്ചു. താൻ പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്നാണ് അവൾ പറയുന്നതെങ്കിലോ? അങ്ങനെ പറയൂ, അത് കണ്ണുമടച്ച് വിഴുങ്ങേണ്ടി വരും. അഞ്ജലി തനിയെ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഒരു സാധ്യതയുമില്ല, പ്രത്യേകിച്ച് രാത്രിയിൽ. 1 മണിക്കൂർ സമയം അവൾ ഹോസ്പിറ്റലിൽ ഇല്ലാതിരുന്നാൽ തീർച്ചയായും സുമതി അറിയേണ്ടതാണ്. അഞ്ജലിക്ക് തനിയെ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള തന്റെ ഇടമില്ല എന്നതാണ് പരമാർത്ഥം. ശരി, അവൾ പോയതാണെന്ന് തന്നെ കരുതുക. അവൾക്കതിന്റെ ആവശ്യമെന്തായിരുന്നു? ജയന്തൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു, അത് അവൾക്കും അറിയാം. അത്ര തിടുക്കപ്പെട്ട് അവന്റെ മേൽ കാരുണ്യം കാട്ടേണ്ട കാര്യമെന്ത്? ജയന്തന്റെ മുഖം പൊള്ളിച്ചത് അവൾ സ്വപ്നാടനത്തിൽ ചെയ്തതാണെന്ന് തന്നെ ഇരിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ പോയതും സ്വപ്നാടനമായി വരുമോ? അതും ആരും അറിയാതെ. എന്തോ പിശകുണ്ട്. ഇത് നിസാരമല്ല, ഗുരുതരമായ ഒരു കുഴപ്പത്തിന്റെ നാന്ദിയാണിതെല്ലാം. എങ്ങനെ ഇത് സംഭവിക്കുന്നു? നമ്പ്യാർക്ക് തലനിറച്ചും തീയും പുകയുമാണെന്ന് തോന്നി. ഒരാശ്വാസത്തിന് അയാൾ ഇങ്ങനെ വിചാരിക്കാൻ ശ്രമിച്ചു. ജയന്തന്റെ മുഖം പൊള്ളിച്ച അതേ അഞ്ജലി തന്നെയാവണം പോലീസ് സ്റ്റേഷനിലും പോയത്. കാര്യങ്ങൾ തെളിഞ്ഞു വരും പോലെ ഒരു തോന്നൽ. ഇപ്പോൾ തന്നെ നിഗൂഢതയുടെ ചുരുളഴിഞ്ഞ് കിട്ടിയേക്കും. ജയന്തനെ പൊള്ളിച്ച അഞ്ജലിക്ക് ആ പ്രവൃത്തിയിൽ പിന്നീട് കുറ്റബോധം തോന്നിക്കാണും. അതിനാൽ അവൾ ജയന്തനോട് ക്ഷമിക്കാനും അവനെ കേസിൽ നിന്ന് ഒഴിവാക്കിയെടുത്ത് രക്ഷിക്കാനും ശ്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയത് വഴി അവൾ പ്രായശ്ചിത്തം ചെയ്യുകയായിരുന്നു. ജയന്തന്റെ മുഖം പൊള്ളിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്ത അഞ്ജലിയുമായി തന്റെ മകൾ അഞ്ജലിക്ക് യാതൊരു ബന്ധവുമില്ല. തന്റെ മകൾ അഞ്ജലി വേറെ, മറ്റേ അഞ്ജലി വേറെ. അയാൾ രണ്ടുപേരെയും 2 തട്ടിലാക്കി നിർത്തി നോക്കി. കണ്ടാൽ ഒരേ പോലിരിക്കുന്നു, അത്രയുമേ ഉള്ളൂ സാമ്യം.
ഇനി മറ്റവൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആരാണവൾ? എന്താണ് അവളുടെ ഉദ്ദേശ്യം? എന്തിനാണ് ഇവൾ തന്റെ മകളുടെയും ജയന്തന്റെയും ഇടയിൽ ഒളിച്ചു കളിക്കുന്നത്? പെട്ടെന്നുണ്ടായ ഓർമ്മ നമ്പ്യാരെ തളർത്തിക്കളഞ്ഞു. ജയന്തന് തീവച്ച അഞ്ജലി അണിഞ്ഞിരുന്ന അതേ ഹൗസ് കോട്ടാണ് തന്റെ മകൾ അഞ്ജലിയും അണിഞ്ഞിരുന്നത്. അതേപോലെയാണ് മുടി പിന്നിയിരുന്നത്. അതേ പിച്ചിപ്പൂവാണ് ചൂടിയിരുന്നത്. തന്റെ വീട്ടിലേക്ക് അവൾ കയറുന്നതായിട്ടാണ് അശോകൻ കണ്ടതും. തീർന്നില്ല. തന്റെ മകൾ അഞ്ജലി ധരിച്ചിരുന്ന മെറൂൺ കളറിലുള്ള അതേ സാരിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയ അഞ്ജലിയും ധരിച്ചിരുന്നത്. താനും അത് കണ്ടതാണ്. തന്റെ അഞ്ജലിയുടെ അതേ മുറിവുകളാണ് പോലീസ് സ്റ്റേഷനിൽ പോയ അഞ്ജലിയുടെ ദേഹത്തുമുണ്ടായിരുന്നത്. തന്റെ മകൾ അഞ്ജലിയും മറ്റേ അഞ്ജലിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അയാൾ പല്ലുകടിച്ച് തല വെട്ടിച്ചു. രണ്ടുപേരും ഒരേ കളത്തിൽ. തന്റെ മകൾ അഞ്ജലി തന്നെ മറ്റേ അഞ്ജലിയും. രണ്ടും ഒരാൾ തന്നെ. തന്റെ മകളാണത്. കരുണാകരൻ നമ്പ്യാർ കോപാക്രാന്തനായി ചാടി എഴുന്നേറ്റു. സുമതി! ഇടിവെട്ടുന്ന പോലത്തെ വിളി. വാതിൽക്കലേക്ക് നടക്കുമ്പോൾ തടസ്സമായി തോന്നിയ ടീപ്പോയി അയാൾ ചവിട്ടിമറിച്ചു. ഫ്ലവർ വെയ്സ് താഴെ വീണുടഞ്ഞു കഷണങ്ങളായി. സുമതിക്കുട്ടിയമ്മ ഓടി വന്നു. ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന മട്ടിൽ വിങ്ങി ത്രസിക്കുന്ന ഭർത്താവിന്റെ മുഖം കണ്ട് അവർ അന്ധാളിച്ചു. വിളിക്കവളെ! നമ്പ്യാർ ആക്രോശിച്ചു. ആരെ? അഞ്ജലിയെ വിളിക്കാൻ. അഞ്ജു മോളെ, അഞ്ജു! അഞ്ജലി മുകളിലായിരുന്നു. അമ്മയുടെ പരിഭ്രമിച്ചുള്ള വിളികേട്ട് ദേഹാസ്വസ്ഥ്യം വകവയ്ക്കാതെ അവൾ കോണിപ്പടികളിലൂടെ ഓടിയിറങ്ങി വന്നു. അവളുടെ മുടിക്കെട്ടഴിഞ്ഞ് നാലുപാടും ചിതറിപ്പറന്നു. എവിടെയായിരുന്നടി നീ? കരുണാകരൻ നമ്പ്യാർ ചീറിക്കടിച്ചു. ഞാൻ മുകളിൽ. മുകളിലാരാ? നിന്റെ അമ്മായി അച്ഛൻ ഇരിക്കുന്നോ അവിടെ തന്നെ പൊരന്നിരിക്കാൻ? നിന്റെ മുറി താഴേക്ക് മാറ്റിയത് ഞാനാ, അറിയാമോടി? അഞ്ജലി അന്തം വിട്ടുപോയി. അവളുടെ ഓർമ്മയിൽ അച്ഛൻ ഇതുപോലെ സംസാരിച്ചും ശോഭിച്ചും കണ്ടിട്ടില്ല. ഞാൻ വായിക്കുകയായിരുന്നു. നമ്പ്യാർ ക്രോധത്തോടെ അടിമുടി നോക്കി. നീ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ ഇന്നലെ? അഞ്ജലി കണ്ണുമിഴിച്ചു. പോലീസ് സ്റ്റേഷനിലോ? ഞാനോ? ഇല്ലടി. അഞ്ജലി വായും പൊളിച്ചു നിന്നു. ജയന്തന്റെ മുഖം പൊള്ളിച്ചത് നീയല്ലേടി? അച്ഛാ! അവൾ നിലവിളിച്ചു. അച്ഛനെന്തു പറ്റി? പറയടി, നീയല്ലേ? അല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? കള്ളം പറയുന്നോടി മൂദേവി. നമ്പ്യാർ അവളുടെ രണ്ട് കവിളിലും പടക്കം പൊട്ടും പോലെ ഓരോന്ന് കൊടുത്തു. നിന്റെ അഭിനയം ഇന്നുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കും. പേ പിടിച്ച മൃഗത്തെ പോലെ അയാൾ അമറി. ബഹളം കേട്ട് രഞ്ജിത്തും പ്രസീതയും ഓടി വന്നു. അച്ഛൻ അഞ്ജലിയെ അടിക്കുന്നതും അമ്മ തടയാൻ ശ്രമിക്കുന്നതും അവർ കണ്ടു. രഞ്ജിത്ത് ഓടിവന്ന് ഇടയ്ക്ക് കയറി. അവനും കിട്ടി 2-3 അടി. ഒരു വിധത്തിൽ അവൻ അഞ്ജലിയെ അച്ഛന്റെ പിടിയിൽ നിന്നും തള്ളി മാറ്റി. എന്താ അച്ഛാ ഇത്? അച്ഛന് സുബോധമില്ലാണ്ടായോ? രഞ്ജിത്ത് ഒച്ചയെടുത്തു. ഓടിയണച്ച നായെപ്പോലെ കിടന്ന് കിതയ്ക്കുകയാണ് കരുണാകരൻ നമ്പ്യാർ. അയാളുടെ ദേഹം പെട്ടെന്ന് തളർന്നു. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ വേച്ച് കോണിപ്പടിക്കരികിലേക്ക് നീങ്ങി. കൈവരിയിൽ പിടിച്ച് ഓരോ പടി ആയാസപ്പെട്ട് കയറി. 6-7 പടി കയറിയപ്പോഴേക്കും നമ്പ്യാർ ആധികൊണ്ട് കുഴഞ്ഞുപോയി. വീഴാൻ ഭാവിച്ചപ്പോൾ അയാൾ കൈവരിയിൽ മുറുക്കെ പിടിച്ച് പടിയിലിരുന്നു. അച്ഛൻ പിന്നോക്കം മറിയുന്നത് കണ്ട് രഞ്ജിത്ത് ഓടിക്കയറി ചെന്ന് താങ്ങി. എനിക്ക് വയ്യ മോനെ, അയാൾ ഞരങ്ങി. അയാളുടെ മൂക്കിലൂടെ കുറേശ്ശെ ചോരയൊലിച്ച് വരുന്നുണ്ടായിരുന്നു. അച്ഛ, ചോര! രഞ്ജിത്ത് പരിഭ്രാന്തനായി പറഞ്ഞു. എനിക്കൊന്ന് കിടക്കണം, നമ്പ്യാർ ഞരങ്ങി. സുമതിക്കുട്ടിയമ്മയും പ്രസീതയും കൂടി വന്ന് അയാളെ താങ്ങി താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. അച്ഛ, ആശുപത്രിയിലേക്ക് പോകാം, രഞ്ജിത്ത് പറഞ്ഞു. അതൊന്നും വേണ്ട, നമ്മുടെ ഡോക്ടർ കൃഷ്ണദാസിനെ ഇങ്ങോട്ടൊന്ന് വിളിക്കൂ. നമ്പ്യാരെ മുറിയിൽ കിടക്കയിലെത്തിച്ചു. രഞ്ജിത്ത് ഡോക്ടർക്ക് ഫോൺ ചെയ്തു. പ്രസീത മുറിയുടെ ജനാലയെല്ലാം തുറന്നിട്ടു. ഫാനുണ്ടായിട്ടും വിയർക്കുന്ന ഭർത്താവിനെ വിശറിയെടുത്ത് വീശിക്കൊണ്ട് സുമതിക്കുട്ടിയമ്മ അരികിൽ തന്നെ ഇരുന്നു. നമുക്ക് ആശുപത്രിയിൽ പോകാം, അതാ നല്ലത്, അവർ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അതിനൊന്നുമില്ല സുമതി, ഒരു പരവേശം, അത്രയേ ഉള്ളൂ. വല്ലാണ്ട് വേർക്കുന്നുണ്ടല്ലോ, എന്തു പറ്റിയതാണോ ഈശ്വര? നീ പിള്ളേരെ ഭയപ്പെടുത്തല്ലേ. 1/2 മണിക്കൂറിനുള്ളിൽ ഡോക്ടർ കൃഷ്ണദാസ് എത്തി. നമ്പ്യാരെ പരിശോധിച്ചു. അവസാനം പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, BP കൂടിയതാ. തൽക്കാലം ഒരു മരുന്ന് തരാം. ശോഭം പാടില്ല നമ്പ്യാരെ, പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ. പെട്ടെന്നിങ്ങനെ വരാനും മാത്രം എന്തു സംഭവിച്ചു? മകളെ ഞാനൊന്ന് വഴക്ക് പറഞ്ഞു. അതിനി സുമതിക്കുട്ടിയമ്മ ചെയ്യട്ടെ, നിങ്ങൾ ശാന്തമായിരുന്ന് എല്ലാം കണ്ടാൽ മാത്രം മതി. ഡോക്ടർ മടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴേക്കും നമ്പ്യാർ പൂർവ്വസ്ഥിതിയിലായി. നേരെ ക്ഷീണം മാത്രം അവശേഷിച്ചു.
അയാൾ എഴുന്നേൽക്കാൻ ആഞ്ഞപ്പോൾ സുമതിക്കുട്ടിയമ്മ തടഞ്ഞു. വേണ്ട, ഈയൊരു ദിവസമെങ്കിലും ഒന്ന് വിശ്രമിക്ക്. ഞാൻ വല്ലാതെ വയലന്റായി അല്ലേ സുമതി? അതെല്ലാം കഴിഞ്ഞില്ലേ? എന്നെ ഒരുമാതിരി പിശാച് ബാധിച്ചതുപോലെയായിരുന്നു അല്ലേ? ദേഷ്യം കലശലായിരുന്നേയുള്ളൂ. ഞാൻ അവളെ ഒരുപാട് തല്ലിയോ? സുമതിക്കുട്ടിയമ്മ മുഖം താഴ്ത്തി. എന്തിയേ അവള്? വിളിക്ക്. അവൾക്ക് വല്ല കേടും പറ്റിയിട്ടുണ്ടാവോ? ഭ്രാന്തളകിയ പോലല്ലേ ഞാൻ അവളെ. സാരമില്ല, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. സുമതിക്കുട്ടിയമ്മ മുറി വിട്ടിറങ്ങി. അഞ്ജു, മോളെ അഞ്ജു, അവർ രണ്ടാവർത്തി വിളിച്ചു. പ്രസീത ഹാളിലൂടെ പൂമുഖത്തേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. മോളെ, അഞ്ജുവിനെ കണ്ടോ? കണ്ടില്ല. ആ ബഹളത്തിനിടയ്ക്ക് മുകളിലോട്ട് പോയി കാണും. നീ ചെന്ന് നോക്കിയേ, അച്ഛൻ വിളിക്കുന്നെന്ന് പറ. പ്രസീത കോണിപ്പടി കയറി മുകളിലേക്ക് പോയി. അഞ്ജുവിന്റെ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. വാതിൽ മാത്രമല്ല, ജനലുകളും. ചേച്ചി, അവൾ വാതിലിൽ മുട്ടി വിളിച്ചു. അകത്തുനിന്ന് പ്രതികരണമൊന്നുമില്ല. വാതിലിൽ മുട്ടലും വിളിയും കുറെ കൂടി ഉച്ചത്തിലായി. മറുപടി കിട്ടാഞ്ഞ് പ്രസീതയ്ക്ക് പേടി തോന്നി. ബാൽക്കണിയിൽ വന്നു നിന്ന് അവൾ സംഭ്രമത്തോടെ അമ്മയെ വിളിച്ചു. അവൾ എവിടെ അഞ്ജു? സുമതിക്കുട്ടിയമ്മ ചോദിച്ചു. ചേച്ചി വാതില് കുറ്റിയിട്ടിരിക്കുകയാ. വിളിച്ചിട്ട് മിണ്ടുന്ന പോലുമില്ല. പ്രസീതയുടെ സ്വരത്തിലെ നടുക്കം സുമതിക്കുട്ടിയമ്മയുടെ നെഞ്ചിലേക്ക് വ്യാപിച്ചു. അവർ ആകാവുന്നത്ര വേഗത്തിൽ കോണിപ്പടി പരതി പിടിച്ച് കയറി മുകളിൽ വന്നു. അവരും വാതിലിൽ 4-5 ആവർത്തി മുട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇനി അവള് മനോവിഷമം കയറി വല്ല കടുങ്കയും ചെയ്യുമോ ഭഗവാനെ? നിലവിളിക്കും പോലെയാണ് സുമതിക്കുട്ടിയമ്മ രഞ്ജിത്തിനെ വിളിച്ചത്. അവൻ നമ്പ്യാരുടെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് വേഗം വന്നേ മോനെ. അവൻ അച്ഛനെ നോക്കി. നമ്പ്യാരുടെ നെറ്റിയിലും ചുളിവ് വീണു. വേഗം ചെല്ലടാ, അയാൾ എഴുന്നേറ്റുകൊണ്ട് ആജ്ഞാപിച്ചു. കോണിപ്പടിക്ക് ചുവട്ടിലേക്ക് രഞ്ജിത്ത് വേഗം നീങ്ങി. അതിനിടയിൽ വിളിച്ച് ചോദിച്ചു, എന്താ അമ്മേ? അഞ്ജു വാതില് തുറക്കുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല. രഞ്ജിത്ത് കോണിപ്പടികൾ ഓടിക്കയറുകയായിരുന്നു. അഞ്ജലിയുടെ വാതിലിൽ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ ഉറക്കെ പല ആവർത്തി വിളിച്ചു. പിന്നെ ജനാലച്ചില്ല് ഇടിച്ചു പൊട്ടിച്ച ശേഷം അതിലൂടെ നോക്കി. മുറിയിലെങ്ങും അഞ്ജലിയെ കണ്ടില്ല. ബാത്റൂമിന്റെ വാതിൽ അടഞ്ഞ് കിടപ്പുണ്ട്. ചവിട്ടി തുറക്കട, താഴെ നിന്ന് കരുണാകരൻ നമ്പ്യാർ വിളിച്ചു പറയുന്നത് കേട്ടു. അവൻ പിന്നോട്ട് മാറി ആയമെടുത്ത് വാതിലിൽ ആഞ്ഞു ചവിട്ടി. കൊളുത്തുകളെല്ലാം ഇട്ടിരുന്നതിനാൽ പലതവണ കഠിന പ്രയത്നം നടത്തിയിട്ടേ വാതിൽ പൊളിക്കാനായുള്ളൂ. മുറിക്കകത്ത് കയറിയ ശേഷം എല്ലായിടത്തും ഒന്ന് ഓടിച്ചു നോക്കി. പിന്നെ ബാത്റൂമിന്റെ വാതിലിൽ പിടിച്ചു തള്ളി. അതും അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. ചേച്ചി, അവൻ 2 ആവർത്തി വിളിച്ചു. പിന്നെ ബാത്റൂമിന്റെ വാതിലും ചവിട്ടിപ്പൊളിച്ചു. അഞ്ജലി വാഷ് ബേസിന് മുമ്പിൽ പുറം തിരിഞ്ഞു നിൽക്കുന്നതാണ് ആദ്യം കണ്ടത്. അതോടെ സുമതിക്കുട്ടിയമ്മയ്ക്കും പ്രസീതയ്ക്കും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. ചേച്ചി, രഞ്ജിത്ത് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ടാപ്പിൽ നിന്ന് വാഷ് ബേസിനിലേക്ക് വെള്ളം ചീറിയൊഴുകുന്ന ശബ്ദം കേൾക്കാം. രഞ്ജിത്ത് അവളുടെ തൊട്ടുപുറകിൽ ചെന്നു. ചുവരിലെ കണ്ണാടിയിൽ അവളുടെ മുഖഛായ കണ്ടു. മുഖം താഴ്ത്തി കണ്ണടച്ച് നിൽക്കുകയാണ്. മുഖത്ത് ഏതാനും ചോരപ്പൊട്ടുകൾ. അതോ കണ്ണാടിയിലോ? രഞ്ജിത്ത് ഞടുങ്ങി. വാഷ് ബേസിന് മീതെ ചുവരിലൊട്ടിച്ച വെളുത്ത ടൈൽസിലും ചോര ചീറ്റിത്തെറിച്ച പാടുകൾ. ചേച്ചി, അവൻ അവളുടെ ചുമലിൽ പിടിച്ചു തിരിച്ചു. ഒരു നിമിഷത്തേക്ക് അവൻ കണ്ടു. വാഷ് ബേസിനിൽ നിന്ന് ഊർന്നു പോകുന്ന വെള്ളത്തിന്റെ നിറം ചുവപ്പ്. ചേച്ചിയുടെ ഇടത് കൈ ബേസിനിൽ വെച്ചിരിക്കെയാണ്. മണിബന്ധത്തിൽ നിന്ന് ചുവന്ന 2 അരുവികൾ ബ്ലേഡ് ടാപ്പിനരികിൽ വെച്ചിട്ടുണ്ട്. മുടി ചിതറി വീണും വിരൽപ്പാടുകളും കണ്ണീർ ചാലുകളും നിറഞ്ഞു കലങ്ങിയും താറുമാറായ അവളുടെ മുഖത്ത് വിളർച്ച ബാധിച്ചിരുന്നു. അമ്മേ, ഇത് കണ്ടോ? രഞ്ജിത്ത് നെഞ്ചു പൊട്ടുമാറ് നിലവിളിച്ചു. ചേച്ചി എന്താ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ? അഞ്ജലിയുടെ മണിബന്ധത്തിൽ നിന്നും ഒഴുകുന്ന ചോര കണ്ട് സുമതിക്കുട്ടിയമ്മ നടുങ്ങിക്കരഞ്ഞു. പ്രസീതയ്ക്ക് തല കറങ്ങും പോലെ തോന്നി. നീ എന്താ മോളെ ഈ ചെയ്തത്? അപ്പോഴേക്കും നമ്പ്യാരും മുകളിലെത്തിയിരുന്നു. രഞ്ജിത്ത് അവളുടെ മണിബന്ധത്തിന് മുകളിൽ ചരടിട്ട് കെട്ടി. ഞരമ്പുകളുടെ മുറിവായിൽ വിരൽ കൊണ്ടമർത്തി പിടിച്ചു. അച്ഛ, ഡ്രൈവറെ വിളിച്ചു പറ കാറെടുക്കാൻ. രഞ്ജിത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അഞ്ജലിക്ക് കൂസലൊന്നുമില്ലായിരുന്നു. അവൾക്ക് തളർച്ചയോ ക്ഷീണമോ അനുഭവപ്പെട്ടുമില്ല. കരച്ചിലിന്റെയും വിലാപത്തിന്റെയും അകമ്പടിയോടെ അവർ അവളെ താങ്ങിപ്പിടിച്ച് കാർ പോർച്ചിൽ കൊണ്ടുവന്നു. സുമതിക്കുട്ടിയമ്മയും നമ്പ്യാരും പിൻസീറ്റിലിരുന്നു. അവർക്ക് നടുവിൽ അഞ്ജുവിനെ ചാരിയിരുത്തി കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചു. അഞ്ജലി കണ്ണടച്ച് കിടന്നു. നീ എന്തിനത് ചെയ്തു മോളെ?
മകളുടെ മുഖത്തേക്ക് നോക്കി നമ്പ്യാർ വിങ്ങിപ്പൊട്ടി. ചാവാൻ. നിർവികാരയായി അവൾ പിറുപിറുത്തു. എന്റെ ശല്യമങ്ങ് തീർത്തേച്ചാൽ എല്ലാവർക്കും സുഖായല്ലോ. അതിന് പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ നിന്നോട് ഞങ്ങള് എന്തു ചെയ്തിട്ടാ മോളെ? അമ്മ വിലപിച്ചു. അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് 4 അടി തന്നതിനാണോ നീ ഈ കടുങ്കൈ ചെയ്യാൻ പോയത്? അതുകൊണ്ടല്ല. അച്ഛൻ എന്നെ എന്തുമാത്രം വേണമെങ്കിലും അടിച്ചോട്ടെ, സങ്കടമില്ലെനിക്ക്. പക്ഷേ എന്നെ വെറും കള്ളിയാക്കരുത്. എല്ലാ പിഴയും എനിക്ക്. ആരെങ്കിലും ചത്താലും കൊലക്കുറ്റം എനിക്കായിരിക്കുമല്ലോ. അവൾ ഒന്ന് നിർത്തി. നിമിഷങ്ങൾക്ക് ശേഷം തുടർന്നു. അതൊന്നും സാരമില്ലാന്ന് വെക്കാം. എന്റെ പേരും പറഞ്ഞ് വീട്ടിലാരും വിഷമിക്കാൻ പാടില്ല. ഞാൻ കാരണം അച്ഛൻ ഒട്ടും വിഷമിക്കരുത്. അതുകൊണ്ട് കൂടിയാ ഞാൻ ചത്തേക്കാന്ന് വെച്ചത്. മോളെ, നമ്പ്യാർ ഹൃദയം നുറങ്ങുന്ന സ്വരത്തിൽ വിളിച്ചു. എനിക്ക് നിന്നെ ശാസിച്ചുകൂടെ? ശിക്ഷിച്ചുകൂടെ? അതൊക്കെയാകാം. ഇത് അതൊന്നുമല്ല. ഞാൻ കാരണം അച്ഛൻ തീ തിന്നുകയാ. അച്ഛൻ ശിക്ഷിക്കപ്പെടുകയാ അല്ലേ? കാർ വന്ന വേഗത്തിൽ തന്നെ ഒരു വളവ് വീശിയെടുത്തു. ടയറുകൾ പാളി ഉരഞ്ഞ് കുതിരകൾ ചിനയ്ക്കും പോലെ ശബ്ദമുണ്ടായി. ഏതാനും മിനിറ്റുകൾക്കകം ആശുപത്രിയിലെത്തി. അഞ്ജലിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾക്ക് അടിയന്തര ശുശ്രൂഷ ലഭിച്ചു. പ്രധാന ഡോക്ടർ കരുണാകരൻ നമ്പ്യാരെ സമീപിച്ച് പറഞ്ഞു, സൂയിസൈഡ് അറ്റംപ്റ്റ് ആണല്ലോ. ഡോക്ടർ, ദൈവത്തെ വിചാരിച്ച് വിഷമിപ്പിക്കല്ലേ. എന്തു വേണമെങ്കിലും ഞാൻ തരാം. അവൾ അവിവാഹിതയാണ്. അവളുടെ കരിയർ. പേടിക്കണ്ട മിസ്റ്റർ നമ്പ്യാർ, ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. പച്ചക്കറി അരിഞ്ഞപ്പോൾ കറിക്കത്തി കൊണ്ടതോ, ചെടിക്കമ്പ് മുറിച്ചപ്പോൾ അരിവാൾ തെന്നിവന്ന് മണിബന്ധത്തിൽ കൊണ്ടതോ എന്തുമാകാം. താങ്കളുടെ ഇഷ്ടം പോലെ. ഡോക്ടർ ചിരിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? ഏയ്, കുറെ രക്തം ഒഴുകിപ്പോയിട്ടുണ്ട്. 2 കുപ്പി രക്തമെങ്കിലും വേണ്ടിവരും. ബ്ലഡ് ഗ്രൂപ്പൊക്കെ അറിയാമല്ലോ. ഇവിടെ തന്നെ കിട്ടും. ധൃതി പിടിക്കുമെന്ന് വേണ്ട. ഏതായാലും തക്ക സമയത്ത് കണ്ടുപിടിച്ചതും ഇവിടെ എത്തിച്ചതും നന്നായി. 3 ദിവസമേ അഞ്ജലിക്ക് ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നുള്ളൂ. അവളുടെ മേൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധ വെച്ചിരുന്നു. വളരെ സൗമ്യമായും സ്നേഹമായും അവളോട് പെരുമാറി. നമ്പ്യാർ കുടുംബാംഗങ്ങളോടെല്ലാം പ്രത്യേകം പറഞ്ഞിരുന്നു, അഞ്ജുവിന് എന്തോ കുഴപ്പമുണ്ട്. അവളുടെ മനസ്സും ശരീരവും അവൾക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മളാരും അവളെ കുറ്റപ്പെടുത്തരുത്. മനസ്സ് നോവിക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അവളുടെ കാര്യത്തിൽ വേണം. എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെയൊന്നും അവസാനിക്കുകയില്ലെന്ന്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. എല്ലാവരും ക്ഷമയോടെ, സഹിക്കാനുള്ള ശക്തിയോടെ ഇരിക്കുക. നമ്മുടെ നിരീക്ഷണ പരിധികൾക്കപ്പുറത്തേക്ക് അവളെ വിടാതിരിക്കുക. അത്രയുള്ളൂ ചെയ്യാൻ. ആർക്കും ഒന്നും വ്യക്തമായില്ല. എങ്കിലും അശുഭ സൂചനകൾ അവർ തിരിച്ചറിഞ്ഞു. അജ്ഞാതമായ ഒരു ദോഷം തങ്ങളോടൊപ്പമുണ്ട്. ചാർജ് ചെയ്തു വെച്ച ടൈം ബോംബ് പോലെ. ആശുപത്രിയിൽ നിന്ന് മടങ്ങും മുമ്പ് നമ്പ്യാർ മകളോട് പറഞ്ഞു, കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നേക്ക് മോളെ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവല്ലെന്ന് എന്നും ഭഗവാനോട് പ്രാർത്ഥിക്ക്. നമുക്ക് നമ്മുടെ മനസ്സല്ലേ വലുത്. അത് കൈവിട്ടു പോയാൽ തീർന്നില്ലേ സകലതും. ഈശ്വര വിചാരമുള്ളിടത്ത് മനസ്സ് നമ്മുടെ വെളിപ്പാട്ടിൽ തന്നെ നിൽക്കും. അവർ വീട്ടിൽ തിരിച്ചെത്തി. കരുണാകരൻ നമ്പ്യാരും കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും സംശയങ്ങളും മനസ്സിലുണരുമ്പോൾ അയാൾ അതിനെ ഞെരുക്കിക്കൊണ്ട് ഈശ്വരനെ ധ്യാനിക്കും. കൃഷ്ണ, ഗുരുവായൂരപ്പ, നീ തന്നെ തുണ. അദൃശ്യമായതെങ്കിലും കനത്ത ബന്ധവസിൽ തന്നെയായിരുന്നു വീട്ടിൽ അഞ്ജലി. അച്ഛന്റെയും അമ്മയുടെയും മുറിയിലാണ് ഉറക്കം. വാതിലുകൾ അടച്ചു പൂട്ടിയിരിക്കും. അപ്പുറത്തെ മുറിയിൽ രഞ്ജിത്തും ജാഗ്രത പാലിക്കുന്നുണ്ട്. രാത്രിയിൽ അഞ്ജലി പുറത്തിറങ്ങാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. നമ്പ്യാർ മിക്കപ്പോഴും വളരെ വൈകിയാണ് ഉറങ്ങുക. മിക്കപ്പോഴും അഞ്ജലി ഉറങ്ങി ഏറെ സമയത്തിന് ശേഷം. ഒരു ഡൂം ലൈറ്റ് മുറിയിൽ എപ്പോഴും കത്തി നിൽക്കും. അന്നും 12 മണിക്ക് ശേഷമാണ് നമ്പ്യാർ ഒന്ന് മയങ്ങിയത്. ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് നമ്പ്യാർ ഞെട്ടി ഉണർന്നു. അപ്പുറത്തെ കിടക്കയിൽ നോക്കി. അഞ്ജലിയില്ല. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. അഞ്ജലി ജനാലയഴുകിൽ മുഖമമർത്തി പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. പിൻഭാഗം മാത്രമേ കണ്ടുള്ളൂ. മുടി അഴിഞ്ഞു ചിതറിക്കിടക്കുന്നു. വെളിയിൽ ആരെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും സംസാരിക്കുകയാണോ? അവളുടെ മുടി പറത്തിക്കൊണ്ട് ജനാലയിലൂടെ ഒരു കാറ്റൂതി. പിച്ചിപ്പൂക്കളുടെ മണം മുറിയിലാകെ പരന്നു. കരുണാകരൻ നമ്പ്യാർ എഴുന്നേറ്റു. അഞ്ജലി ജനലിനടുത്ത് തന്നെ നിൽക്കുന്നത് മങ്ങിയ വെളിച്ചത്തിൽ കാണാം. അയാൾ പുറത്തേക്ക് നോക്കി. നേരിയ നിലാവുണ്ട്. മുല്ലവള്ളികൾ കാറ്റിലിളകുന്നതനുസരിച്ച് ജനാലയിൽ അതിന്റെ നിഴൽ ചലിക്കുന്നു. വെളിയിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ? ആരോടാണ് അഞ്ജലി സംസാരിക്കുന്നത്? ഇത് സ്വപ്നാടനമാണോ? കാത്തിരിക്കുക തന്നെ. എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് അറിയണമല്ലോ. പക്ഷേ അവൾ ജനാലയ്ക്കൽ നിന്ന് പിന്മാറിയതേയില്ല. ഒന്ന് വിളിച്ചു നോക്കാമെന്ന് അയാൾ കരുതി. സ്വപ്നാടനമാണെങ്കിൽ വിളി കേൾക്കില്ല. അഞ്ജു,
അഞ്ജലി ഞെട്ടിത്തിരിഞ്ഞു. ഉറങ്ങേണ്ട സമയത്ത് നീ അവിടെ ചെന്ന് നിന്ന് എന്തെടുക്കുകയാ? കരുണാകരൻ നമ്പ്യാർ ജനലിനടുത്തേക്ക് ചെന്നു. അയാൾ വെളിയിലേക്ക് നോക്കി. ആരെയും കാണാനില്ല. ജനൽപ്പടിയിൽ ചതഞ്ഞ പിച്ചിപ്പൂമാല. നീ ആരോടാ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ. നിന്റെ ഒച്ച ഞാൻ കേട്ടു. ഉണരാൻ തന്നെ കാരണം അതാണ്. ഞാനൊരു മൂളിപ്പാട്ട് പാടി. പിന്നെ നല്ല തണുപ്പാണല്ലോ എന്ന് തന്നെത്താൻ പറയുകയും ചെയ്തു. കരുണാകരൻ നമ്പ്യാർക്ക് വിശ്വാസമായില്ല. അയാൾ ലൈറ്റിട്ടു. മകളെ അടിമുടി നോക്കി. അവൾ ഉണർന്നിരിക്കുകയാണോ അതോ സ്വപ്നാടനത്തിലാണോ എന്ന് തീർച്ചയാക്കാനാവാതെ അയാൾ കുഴങ്ങി. സ്വപ്നാടനമാണെങ്കിൽ തന്റെ ശബ്ദം കേൾക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുകയില്ലല്ലോ. ഈ സമയത്ത് ഉണർന്നിരിക്കേണ്ട യാതൊരു ആവശ്യവും അവൾക്കില്ല. കരുണാകരൻ നമ്പ്യാർ മകളുടെ കൈപിടിച്ച് അമർത്തി. അവളുടെ കണ്ണുകളുടെ തൊട്ടടുത്ത് കൈത്തലം വീശി. കൺപോളകൾ തെല്ലുയർത്തി നോക്കി. എന്നിട്ടും വിശ്വാസം വന്നില്ല. അവൾക്ക് എന്തോ പ്രത്യേകതയുള്ളതുപോലെ തോന്നി. മേശപ്പുറത്തെ ഗ്ലാസ്സിൽ മൂടി വെച്ചിരുന്ന തണുത്ത വെള്ളം കയ്യിലൊഴിച്ച് അയാൾ അഞ്ജലിയുടെ മുഖത്തേക്ക് കുടഞ്ഞു. അഞ്ജലി തല വെട്ടിച്ചു. അച്ഛൻ എന്തൊക്കെയായി കാട്ടുന്നത്? എന്തു പറ്റി അച്ഛന്? ഒരുമാതിരി പിച്ചും പേയും പിടിച്ച പോലെ. അവൾ മുഖം ചുളിച്ചു തുറച്ചു നോക്കി. മുഖത്ത് വീണ വെള്ളം ടവൽ കൊണ്ട് ഒപ്പിക്കളഞ്ഞു. അച്ഛാ, ഇത് ഞാൻ തന്നെയാ, അച്ഛന്റെ മകൾ അഞ്ജു. നീ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് അച്ഛന്റെ പരിശോധന തീർന്നോ? നീ എന്തിനാ രാത്രിയിൽ ഈ മുറിയിൽ കൂടി എഴുന്നേറ്റ് നടക്കുന്നത്? ഒരു പേക്കിനാവ് കണ്ട് ഞെട്ടി ഉണർന്നതാ ഞാൻ. പിന്നെ ഉറക്കം വന്നില്ല. എത്ര നേരമാ വെറുതെ കിടക്കുക? ഞാൻ എഴുന്നേറ്റ് ജനാലയ്ക്കൽ വന്ന് കാറ്റുമേറ്റ് നിന്നേയുള്ളൂ. ശരി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അഞ്ജലി കട്ടിലിൽ കയറി കിടന്നു. കരുണാകരൻ നമ്പ്യാരും കിടന്നു. അയാൾക്ക് പിന്നെ ഉറക്കം വന്നതേയില്ല. അധ്യായം 15. ബീച്ചിൽ ആനന്ദ് നിൽക്കുന്നത് കണ്ടയുടനെ അഞ്ജലി ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടു. ഓട്ടോ നിന്നു. അഞ്ജലി ഇറങ്ങി ചാർജ് കൊടുത്തു. ആനന്ദ്, അഞ്ജലി തെല്ലുറക്കെ വിളിച്ചു. കടൽക്കാറ്റ് ശക്തിയായി വീശിക്കൊണ്ടിരുന്നതിനാൽ ആനന്ദ് അത് കേട്ടില്ല. അയാൾ കടലിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നു. നേരത്തെ ഫോണിൽ വിളിച്ച് അറേഞ്ച് ചെയ്തതാണ് ഈ കൂടിക്കാഴ്ച. ആനന്ദിനെ കണ്ടിട്ട് ദിവസങ്ങൾ അനേകമായിരിക്കുന്നു. അഞ്ജലി കടൽക്കാറ്റിനെതിരെ പഞ്ചാരമണലിലൂടെ ഓടി. അവളുടെ സാരി തലപ്പ് കാറ്റിലുലച്ച് ശബ്ദമുണ്ടാക്കി. ഏയ് പത്രാധിപരെ! ശംഖ് ഊതും പോലെ വായ്ക്ക് ചുറ്റും കൈത്തലങ്ങൾ പൊതിഞ്ഞുവെച്ച് അവൾ വിളിച്ചു. ഇത്തവണ ആനന്ദ് തിരിഞ്ഞു നോക്കി. ഒരു മിന്നൽ കൊടി പോലെ അവൾ ഓടി അണയുന്നത് ആനന്ദ് കോരിത്തരിപ്പോടെ കണ്ടു. തൊട്ടു മുമ്പിൽ വന്ന് അവന്റെ കണ്ണിലേക്ക് നോക്കി നിന്ന് അവൾ കിതച്ചു. ആനന്ദ് മെല്ലെ അവളുടെ കരം ഗ്രഹിച്ചു. അഞ്ജലിക്ക് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വീഴണമെന്ന് തോന്നി. അവൾ അവന്റെ വിരലുകളിൽ മുറുകെ പിടിച്ചു. ആനന്ദ് അവളെ താഴെ പിടിച്ചിരുത്തി. തെറുത്തു മറിഞ്ഞു വന്ന വലിയ തിരമാല അവരുടെ പാദങ്ങൾ നക്കി നനച്ച് തിരിച്ചുപോയി. തന്നെയൊന്ന് കാണാനില്ലല്ലോടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആനന്ദ് പരിഭവിച്ചു. ഏതാണ്ട് ചത്ത മട്ടിലായിരുന്നു ഞാൻ, അതുകൊണ്ടല്ലേ. താനെന്ന് വിളിക്കുമെന്ന് കരുതി ഫോണിലേക്ക് നോക്കി എത്ര മണിക്കൂർ തള്ളിവിട്ടിട്ടുണ്ടെന്നോ. ഫോണിനെ സ്നേഹിച്ചും ദോഷിച്ചും വലഞ്ഞുപോയി ഞാൻ. ഇപ്പോൾ എൻ്റെ നമ്പർ 1 ശത്രു അവനാണ്, ടെലിഫോൺ. എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഡോക്ടറെയോ? എന്തിന്? ഈ അസുഖത്തിന്. ഫോണിനോടുള്ള കലിപ്പ്. വിളച്ചിലെടുക്കല്ലേ പെണ്ണെ. ആട്ടെ, താനെന്താ വിളിക്കാഞ്ഞത്? അങ്ങോട്ട് വിളിക്കരുതെന്നല്ലേ കൽപ്പന? അഥവാ വിളിച്ചു പോയാൽ തെറിയും ഭീഷണിയുമല്ലേ തിരിച്ചു കിട്ടുക? താൻ ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഒന്ന് വിളിക്കാഞ്ഞത് ഒട്ടും ശരിയായില്ല. ആനന്ദിനറിയില്ലല്ലോ വീട്ടിലെന്തൊക്കെയാ സംഭവിച്ചതെന്ന്. എന്ത് സംഭവിച്ചു? തന്റെ മുറച്ചിറക്കൻ ആ ജയന്തൻ തന്നെ കയറി കെട്ടിക്കളഞ്ഞോ? കല്യാണക്കുറി കിട്ടുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ആനന്ദ് കാര്യമായി സംസാരിക്കാനുള്ള തയ്യാറെടുപ്പാണതെന്ന് അവന് മനസ്സിലായി. വീട്ടിൽ നടന്നതൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഞാനിപ്പോ ഒരു തടവ് പൊള്ളിയാ. വീട്ടു തടങ്കലെന്നൊക്കെ കേട്ടിട്ടേയുള്ളൂ. പറയ്, എന്തുണ്ടായി? അഞ്ജലി ജയന്തൻ തന്നെ ആക്രമിച്ചത് മുതലുള്ള സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞു. അവൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും ആനന്ദിന്റെ മുഖം വല്ലാതായിരുന്നു. നെറ്റി ചുളിച്ച് കണ്ണു ചുരുക്കി അവൻ അഞ്ജലിയെ തന്നെ സൂക്ഷിച്ചു നോക്കി. അഞ്ജലി നിറകണ്ണുകളോടെ ഒരൽപ്പം ദയയ്ക്കും സ്വാന്തനത്തിനും വേണ്ടി യാചനാഭാവത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. ആനന്ദ് ഒന്നും മിണ്ടിയില്ല. ആ മൗനം ഭയാനകമാണെന്ന് അഞ്ജലിക്ക് തോന്നി. കടൽക്കാറ്റ് അവരുടെ മുടിയിഴകളെ അലങ്കോലപ്പെടുത്തി ചീറിക്കടന്ന് പൊയ്ക്കൊണ്ടിരുന്നു. ആകട്ടെ, ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നീ നിരപരാധിയാണെന്നുള്ളത് തീർച്ചയാണോ? ഒടുവിൽ ആനന്ദ് ചോദിച്ചു. ആനന്ദം എന്നെ സംശയിക്കുകയാണോ?
ഇതൊരു വല്ലാത്ത കുഴപ്പം പിടിച്ച പ്രശ്നം തന്നെ. ഞാൻ ജയേട്ടനെ പൊള്ളിച്ചിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. പക്ഷേ വീട്ടിലെല്ലാവരും രാത്രിയിൽ എൻ്റെ കാവൽക്കാരായി മാറിയിരിക്കുകയാ. ഞാനെന്ത് ചെയ്യുന്നു എന്ന് കാണാൻ. ആനന്ദ് നെറ്റി തിരുമ്മിക്കൊണ്ടിരുന്നു. ഏതായാലും പിന്നീട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല. നിനക്ക് നിന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു അരുതായിക അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. എനിക്കൊരു ചേഞ്ചും അനുഭവപ്പെട്ടിട്ടില്ല. സൗണ്ടായിട്ട് ഉറങ്ങുന്നു, ശാന്തമായിട്ട് ഉണരുന്നു, നല്ല പോലെ ഭക്ഷണം കഴിക്കുന്നു. ഒന്നിനും ഒരു വ്യത്യാസവുമില്ല. അഞ്ജു, ഏതായാലും വിഷമിക്കണ്ട. ഇതിലെന്തോ നിഗൂഢതയുണ്ടെന്നുള്ളത് സത്യം. എന്തുണ്ടായാലും ഉടൻ എന്നെ അറിയിക്കുക. അഞ്ജു ഏതായാലും നിരപരാധിയാണല്ലോ. അത് തെളിയിക്കാൻ ഒരവസരം കിട്ടാതിരിക്കില്ല. അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഞായറാഴ്ച അഞ്ജലിയുടെ മൂത്ത സഹോദരി രമണിയും ഭർത്താവും വലിയ മംഗലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. രമണിയുടെ രണ്ടാമത്തെ പുത്രൻ വിഷ്ണുവിന്റെ ബർത്ത്ഡേയാണെന്ന്. അവന് 3 വയസ്സ് തികയുന്ന ദിവസം. രമണിയുടെ 2 മക്കളുടെയും പിറന്നാൾ വലിയ മംഗലത്ത് വന്നാണ് ആഘോഷിക്കുക. അത് കരുണാകരൻ നമ്പ്യാർക്ക് നിർബന്ധമാണ്. 2 പേരക്കിടാങ്ങളുടെയും പിറന്നാൾ അയാൾ ഓർമ്മിച്ചു വയ്ക്കും. എന്നിട്ട് 1 മാസം മുമ്പേ സുമതിക്കുട്ടി അമ്മയെ കൊണ്ട് കത്തെഴുതിച്ച് രമണിയെയും ഭർത്താവിനെയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും. സുമതിക്കുട്ടിയമ്മയ്ക്കും പേരക്കിടാങ്ങളെ ജീവനായിരുന്നു. രമണിയും മക്കളും വരുമ്പോഴാണ് വീട്ടിൽ ഒച്ചയും അനക്കവും ഉണ്ടാവുന്നതെന്ന് അവർ കൂടെ കൂടെ പറയാറുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെയൊരു ബഹളമാണ്. രമണിയുടെ മൂത്ത പുത്രൻ 5 വയസ്സുകാരൻ അപ്പുവും വിഷ്ണുവും കൂടി വീടെടുത്ത് മലർത്തി വെക്കുമെന്ന് പ്രസീത പറയും. സന്ധ്യ കഴിഞ്ഞപ്പോൾ റൂഫ് ഗാർഡനിൽ എല്ലാവരും ഒത്തുകൂടി. 2ാം നിലയുടെ മുകൾ ഭാഗത്താണത്. റൂഫ് ഗാർഡനിൽ കുട്ടികൾ ഓടിക്കളിച്ചു കൊണ്ടിരുന്നു. രമണിയും സുമതിക്കുട്ടിയമ്മയും അഞ്ജലിയും പ്രസീതയും കസേരകളിലിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. രമണിയുടെ ഭർത്താവും കരുണാകരൻ നമ്പ്യാരും കുറച്ച് മാറിയിരുന്ന് ബിയർ കഴിക്കുകയും ലോകകാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്യുന്നു. നീ ചെന്ന് കേക്കും മെഴുകുതിരിയും കൊണ്ടുവാ, കുട്ടികളുടെ അടുത്തുനിന്ന രഞ്ജിത്തിനോട് സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. അവൻ താഴേക്ക് പോയി. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അഞ്ജലിയും താഴേക്കിറങ്ങിപ്പോയി. കുട്ടികൾ പാരപ്പറ്റിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നത് കണ്ട് രമണി ഉറക്കെ ശാസിക്കുന്നുണ്ടായിരുന്നു. അപ്പു, താഴെ ഇറങ്ങ്. നല്ലൊരു ദിവസമായിട്ട് നീ എന്നോട് തല്ല് മേടിക്കും. അപ്പു താഴെ ഇറങ്ങി വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് റൂഫ് ഗാർഡനിലൂടെ ഓടി. രമണിയുടെ കണ്ണ് തിരിഞ്ഞ നേരത്ത് അവൻ വീണ്ടും പാരപ്പറ്റിൽ കയറി. എന്നെയും എനിച്ചും പോണം. വിഷ്ണു കൈകൾ ഉയർത്തി. അപ്പു മുന്നോട്ട് കുനിഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു. രമണി അപ്പോഴാണത് കണ്ടത്. അവൾ നടുങ്ങിപ്പോയി. അപ്പു! നിലവിളിച്ചുകൊണ്ട് രമണി എഴുന്നേറ്റ് പാരപ്പറ്റിനരികിലേക്ക് ഓടി. അപ്പു ഭയന്നു. വിഷ്ണുവിനെ അവൻ പാരപ്പറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം പിടിച്ചു കയറ്റിയിരുന്നു. താഴെ ഇറങ്ങടാ, രമണി നിലവിളിച്ചു. സുമതിക്കുട്ടിയമ്മയും പ്രസീതയും എഴുന്നേറ്റ് ഓടി വന്നു. അപ്പു വിഷ്ണുവിനെയും കൊണ്ട് പിന്നോട്ട് മറിയുകയായിരുന്നു. ഓടിച്ചെന്ന രമണിക്ക് വിഷ്ണുവിന്റെ കാലുകളിൽ പിടുത്തം കിട്ടി. വേച്ചുപോയ അപ്പു പാരപ്പറ്റിനപ്പുറത്തേക്ക് മറിഞ്ഞു. മോനെ! രമണി അലറി വിളിച്ചു. അപ്പു സൺഷൈഡിലേക്കാണ് വീണത്. പേടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ പിരണ്ടെഴുന്നേക്കാൻ ശ്രമിച്ചു. ആ തിടുക്കത്തിൽ അവൻ സൺഷൈഡിനപ്പുറത്തെ ശൂന്യതയിലേക്ക് മറഞ്ഞു. 30 അടി താഴ്ചയിലേക്ക് കുത്തനെ വീഴുന്ന ഒരു നിലവിളി മാത്രം കേട്ടു. കരുണാകരൻ നമ്പ്യാരും ഭാര്യയും രമണിയുടെ ഭർത്താവും ഓടി സൺഷൈഡിനടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അവർ താഴേക്ക് നോക്കി. 2 നിലകൾക്ക് താഴെ ഇരുട്ടല്ലാതെ ഒന്നും കാണാനില്ല. ഒരു ശബ്ദവും കേൾക്കാനുമില്ല. അപ്പു എന്ന് ആർത്ത് കരഞ്ഞുകൊണ്ട് പുറകെ ചാടാനൊരുങ്ങിയ രമണിയെ അടക്കി നിർത്താൻ അവളുടെ ഭർത്താവും നമ്പ്യാരും നന്നേ പണിപ്പെട്ടു. രമണിയും സുമതിക്കുട്ടിയമ്മയും പ്രസീതയും കൂട്ട നിലവിളിയായി. ബഹളം കേട്ട് രഞ്ജിത്ത് മുകളിലേക്ക് ഓടിക്കയറി വന്നു. അപ്പു 2ാം നിലയുടെ മുകളിലെ പാരപ്പറ്റിൽ നിന്നും താഴെ വീണെന്നറിഞ്ഞ് അവൻ സ്തബ്ധനായി. അവൻ ഉടനെ താഴേക്ക് പാഞ്ഞു. പുറകെ രമണിയുടെ ഭർത്താവ് മുരളിയും നമ്പ്യാരും. അതിനും പുറകെ പെണ്ണുങ്ങൾ. വിഷ്ണുവിനെ ആരും ശ്രദ്ധിച്ചതേയില്ല. അവൻ കരഞ്ഞുകൊണ്ട് റൂഫ് ഗാർഡനിൽ തന്നെ നിന്നു. രഞ്ജിത്ത് താഴെ എത്തിയ ഉടൻ വീടിന് ചുറ്റുമുള്ള ലൈറ്റുകളെല്ലാം ഇട്ടു. അവൻ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഓടി. മുരളിയും നമ്പ്യാരും ഒപ്പമെത്തി. പ്രസീത മറ്റുള്ളവരുടെ പിന്നാലെ ഓടി താഴെയെത്തി. ബാത്റൂമിന്റെ വെളിച്ചം കാണാം. ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന ഒച്ചയും കേൾക്കാനുണ്ട്. നേരിയ സ്വരത്തിൽ ഒരു മൂളിപ്പാട്ടും. അഞ്ജലി ചേച്ചി കുളിക്കാൻ ഇറങ്ങിപ്പോന്ന കാര്യം പ്രസീത ഓർത്തു. അഞ്ജലി ചേച്ചി, അപ്പുക്കുട്ടൻ ടെറസിൽ നിന്ന് വീണു, നിലവിളിക്കും പോലെ അവൾ പറഞ്ഞു. അപ്പോൾ മുകളിൽ നിന്ന് വിഷ്ണുവിന്റെ കരച്ചിൽ കേട്ടു. അവനവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് കരുതി പ്രസീത കോണിപ്പടി കയറി തിരിഞ്ഞോടി. ടെറസിൽ നിന്ന് കരയുകയായിരുന്ന വിഷ്ണുവിനെ എടുത്തുകൊണ്ട് അവൾ തിരിച്ചിറങ്ങി. തെക്ക് വശത്തെ മൂല തിരിഞ്ഞ് ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച
രഞ്ജിത്തിനെയും നമ്പ്യാരെയും മുരളിയെയും സ്തബ്ധരാക്കി. അഞ്ജലി അപ്പുവിനെ നെഞ്ചോടടക്കി പിടിച്ചുകൊണ്ട് നടന്നു വരുന്നു. കുളിച്ച് ഈറനൊടുത്ത വേഷത്തിലാണവൾ. ഈറൻ മുടി അവളുടെ തോളിലും പുറത്തും ചിതറിക്കിടക്കുന്നു. മുടിനാരുകളിലൂടെ വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ട്. മുരളി ഓടിച്ചെന്ന് മകനെ വാങ്ങി. പ്രത്യക്ഷത്തിൽ ഒരു പരിക്കും കണ്ടില്ല. മയങ്കം പോലെ തോന്നി. ശ്വാസമെടുക്കുന്നുണ്ട്. താഴെ വീണില്ല. അതിനു മുമ്പേ ഞാൻ പിടിച്ചു, അഞ്ജലി പറഞ്ഞു. വല്ലാതെ അടഞ്ഞ് ചിലമ്പിച്ച പോലുള്ള ആ സ്വരം മൂവരെയും അത്ഭുതപ്പെടുത്തി. കുളി കഴിഞ്ഞ് 5-6 പിച്ചിപ്പൂ എടുക്കാൻ ഞാൻ ചെന്നതും മുകളിൽ നിന്ന് കരച്ചിൽ കേട്ടു. അപ്പോ താഴേക്ക് വരുന്നതാ കണ്ടത്. ഞാൻ കൈനീട്ടി. അവൻ വന്ന് വീണത് എന്റെ കയ്യിൽ തന്നെ. ഭാഗ്യം. രമണിയും സുമതിക്കുട്ടിയമ്മയും ഓടി വന്ന് മുരളിയുടെ കയ്യിൽ നിന്ന് അപ്പുവിനെ പിടിച്ചു വാങ്ങി. എന്റെ പൊന്നു മോനെന്ത് പറ്റിയടാ? ഈശ്വര, ജീവനുണ്ടോ? രക്ഷിക്കണേ. അപ്പുവിന്റെ മുഖത്ത് തുരുതുര ചുംബിച്ചുകൊണ്ട് രമണി കരഞ്ഞു. അത്രയും മുകളിൽ നിന്ന് താഴേക്ക് വന്ന കുഞ്ഞിനെ കൈനീട്ടി പിടിച്ചിട്ടും നിന്റെ കൈക്ക് ഒന്നും പറ്റിയില്ലേ അഞ്ജു? കരുണാകരൻ നമ്പ്യാർ സംശയത്തോടെ ചോദിച്ചു. നോക്ക്, അഞ്ജലി കൈ നീട്ടിക്കാണിച്ചു. ഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? അവൾ സാധാരണ മട്ടിൽ നടന്ന് മുൻവശത്ത് ചെന്നിട്ട് വാതിൽ കടന്ന് അകത്തേക്ക് പോയി. എതിരെ വരികയായിരുന്ന പ്രസീതയെ നോക്കി പുഞ്ചിരിക്കാനും വിഷ്ണുവിന്റെ കവളത്തുനിന്ന് കിള്ളാനും അഞ്ജലി മറന്നില്ല. ലാഘവത്തോടും സന്തോഷത്തോടുമുള്ള ആ നടത്തം കണ്ട് പ്രസീത അന്തം വിട്ട് നിന്നു. എന്താ സംഭവിച്ചത്? എങ്ങനെയാ മോൻ രക്ഷപ്പെട്ടത്? അപ്പുവിന് ഒന്നും പറ്റിയിട്ടില്ലെന്നറിഞ്ഞപ്പോൾ സുമതിക്കുട്ടിയമ്മയ്ക്ക് പ്രാണൻ പകുതി തിരിച്ചു കിട്ടിയ ആശ്വാസമായിരുന്നു. അവൻ വീഴുമ്പോൾ അഞ്ജലി നേരെ താഴെ നിൽപ്പുണ്ടായിരുന്നെന്ന് അവളുടൻ കൈനീട്ടി പിടിച്ചു, നമ്പ്യാർ പറഞ്ഞു. അത് കേട്ടുകൊണ്ടാണ് പ്രസീത വന്നത്. ആദ്യം അവൾക്ക് ഒന്നും മനസ്സിലായില്ല. അവളില്ലായിരുന്നുവെങ്കിൽ എന്റെ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമായിരുന്നോ? രമണി അപ്പുവിനെ വാരിയണച്ച് വീണ്ടും വീണ്ടും ഉമ്മ വെച്ചു. അത്രയും മുകളിൽ നിന്ന് താഴേക്ക് വീണ കുഞ്ഞിനെ ഇരുട്ടത്ത് നിന്നുകൊണ്ട് കാണുകയും ഒരു കേടും കൂടാതെ പിടിക്കുകയും ചെയ്തത് അതിശയം. സന്തോഷവും അത്ഭുതവും താങ്ങാനാവാതെ രഞ്ജിത്ത് പറഞ്ഞു. അപ്പു വീണപ്പോ അഞ്ജലി ചേച്ചി താഴെ നിന്ന് പിടിച്ചെന്നോ? പ്രസീത കണ്ണുമിഴിച്ചു. ഞാൻ നിങ്ങളുടെ പുറകെ ഓടി വരുമ്പോ അഞ്ജലി ചേച്ചി ബാത്റൂമിലുണ്ടായിരുന്നല്ലോ. ബാത്റൂമിലോ? നമ്പ്യാർ നെറ്റി ചുളിച്ചു. ആ, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ മൂളിപ്പാട്ടും കേട്ടു. അന്നേരം വിഷ്ണു മുകളിൽ നിന്ന് കരയുന്നത് കേട്ടാ ഞാൻ തിരികെ മുകളിലോട്ട് പോയത്. നിനക്ക് തോന്നിയതായിരിക്കും മോളെ, നമ്പ്യാർ പറഞ്ഞു. അല്ലച്ഛ. നമ്പ്യാരുടെ കണ്ണുകൾ ചെറുതായി. അയാൾ തന്നെ കൊണ്ട് ആകാവുന്ന വേഗതയിൽ വീട്ടിനകത്തേക്ക് ഓടി. ഈറനൊടുത്ത് ടവൽ കൊണ്ട് നനഞ്ഞ മുടി തിരുമ്മിക്കൊണ്ട് അഞ്ജലി മുകളിലേക്ക് പോകുന്നതാണ് അയാൾ കണ്ടത്. അല്പം മുമ്പ് വീടിന്റെ പിന്നാമ്പുറത്ത് അപ്പുവിനെയും എടുത്തുകൊണ്ടു നിന്ന അതേ വേഷം, അതേ രൂപം. നമ്പ്യാർ ഓടി ബാത്റൂമിൽ ചെന്ന് നോക്കി. ആരുമില്ല അതിനുള്ളിൽ. ടാപ്പിൽ നിന്നും ബക്കറ്റിലേക്ക് കുറേശ്ശെ വെള്ളം ചോർന്ന് വീഴുന്നുണ്ട്. ഇതിനകം രമണി കുഞ്ഞിനെ സോഫയിൽ കൊണ്ടുവന്ന് കിടത്തി. സുമതിക്കുട്ടിയമ്മ തണുത്ത വെള്ളം എടുത്തുകൊണ്ടുവന്ന് അപ്പുവിന്റെ മുഖത്ത് കുടഞ്ഞു. നിമിഷങ്ങൾക്കകം അപ്പു മയക്കം വിട്ട് എഴുന്നേറ്റു. ചുറ്റും നിൽക്കുന്നവരെ അവൻ പകച്ചു നോക്കി. രഞ്ജിത്ത് അവനെ എടുത്തു കൊന്നു കുടഞ്ഞ ശേഷം താഴെ നിർത്തി. എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ അപ്പു? ഇല്ല, അവൻ അമ്പരപ്പോടെ പറഞ്ഞു. താഴെ വീണിട്ട് നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്ന് നടന്നേ, നോക്കട്ടെ. അപ്പു ഏതാനും ചുവടുകൾ നടന്നു. എവിടെയെങ്കിലും വേദനയോ വിങ്ങലോ ഉണ്ടോ? ഇല്ലെങ്കിൽ. ശരിയായിരുന്നു, അവന് ഒരു കുഴപ്പവുമില്ല. എങ്കിലും ഡോക്ടർ വേണം അത് തീരുമാനിക്കാനെന്ന് നമ്പ്യാർ ശഠിച്ചു. അയാൾ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. അപ്പു രക്ഷപ്പെട്ടതിൽ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടായിരുന്നു. അഞ്ജുവല്ലേ എന്റെ മോനെ രക്ഷിച്ചത്, അവളെ കണ്ട് പറയട്ടെ. രമണി കോണിപ്പടി കയറി. പുറകെ സുമതിക്കുട്ടി അമ്മയും ചെന്നു. അവൻ വീഴാനും കൃത്യനേരത്ത് അവൾ നേരെ ചുവട്ടിൽ വന്ന് നിൽക്കാനും ഈശ്വരകൃപയെന്നല്ലാതെ എന്തു പറയാൻ. കുളി കഴിഞ്ഞുടനെ പിച്ചിപ്പൂവെടുക്കാൻ പോകാൻ ഗുരുവായൂരപ്പൻ തോന്നിച്ചതാ അവളെ. അല്ലെങ്കിൽ അപ്പുവിന്റെ അവസ്ഥ ഹോ, ഓർക്കാൻ കൂടി വയ്യ. എന്നാലും നല്ല ധൈര്യമായിട്ട് അവളെ പിടിച്ചു കളഞ്ഞല്ലോ, താഴെ വീഴാതെ. അത് പിന്നെ അങ്ങനല്ലേ, നീയാ പെറ്റതെങ്കിലും സ്വന്തം മോനെ പോലെയല്ലേ അപ്പു അവൾക്ക്. അയ്യോ, കുഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് ആദ്യോടെ ഒരൊറ്റ പിടുത്തം പിടിച്ചു കാണും. പിടിക്കാൻ പറ്റുമോ? താഴെ വീഴുവോ? കൈക്ക് വല്ലതും പിണയുമോ എന്നൊന്നും ചിന്തിക്കാൻ എവിടാ നേരം. അവർ മുകളിലത്തെ നിലയിലെത്തി. അഞ്ജലി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പുറമേ നിന്ന് വാതിലടച്ച് ഓടാമ്പലിടുകയാണ്. നിങ്ങളെല്ലാവരും ഇങ്ങി പോന്നോ? അവൾ ചോദിച്ചു. അവൾ വേഷം മാറിയിരുന്നു. ഇളം നീല നിറത്തിൽ ധാരാളം ഞൊറികളോടും തൊങ്ങലുകളോടും കൂടിയ ഭംഗിയുള്ള ഗൗണാണ് അവൾ അണിഞ്ഞിരുന്നത്. മുടിയിൽ അവൾ പിച്ചിപ്പൂ ചൂടിയിരുന്നു.
ധാരാളം പരിമളമുള്ള പുതിയ പൂക്കൾ. എന്റെ മോളെ, നീ രക്ഷിച്ചു. നിനക്ക് 100 ആയുസ് കിട്ടും. രമണി അനുജത്തിയെ ആശ്ലേഷിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ആ നേരത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് ഓർക്കാൻ വയ്യ. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതിന്റെ കടപ്പാട് തീർത്താൽ തീരുവോ? എന്നും ഞാൻ നിനക്ക് കടപ്പെട്ടവളായിരിക്കും മോളെ. അഞ്ജലിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ കണ്ണുമിഴിച്ചു. ഈശ്വരൻ തോന്നിച്ചതാ മോളെ നിന്നെ ആ നേരത്ത് പൂവെടുക്കാൻ പോകാൻ. ഒരു പുതിയ ആരോപണം കൂടി ഉണ്ടാവുകയാണ്. പ്രതികരിക്കാൻ വരട്ടെ, സൂക്ഷിച്ചു വേണം, അഞ്ജലി തീരുമാനിച്ചു. 3-ാമത്തെ നിലയെന്നല്ലാർന്നോ? വീഴ്ച ഉറച്ചു കിടക്കുന്ന നിലത്തോട്ടല്ലേ വീഴുക? അപ്പു പോയല്ലോ ദൈവമേയെന്ന് ഞാനൊന്ന് നിലവിളിച്ചിട്ട് ഒച്ച പോലും പുറത്തോട്ട് വന്നില്ല. സുമതിക്കുട്ടിയമ്മ പരവേശത്തോടെ തുടർന്നു. എല്ലാവരുടെയും കൂടെ താഴോട്ടോടിയപ്പം ദേഹമാസകലം വിറയ്ക്കായിരുന്നേ. എന്റെ കുഞ്ഞിന് ജീവനുണ്ടാകണേ ഈശ്വര എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. വീണ വീഴ്ചയ്ക്ക് കൈനീട്ടി പിടിച്ചതാണെന്നും പറഞ്ഞ് അപ്പൂനെയും വാരിപ്പിടിച്ച് നീ വരുന്നത് കണ്ടപ്പോഴാ ശ്വാസം വീണത്. ഗുരുവായൂരപ്പ, ഇതുപോലൊരു പേടി ഞാനെന്റെ ജീവിതത്തിൽ പേടിച്ചിട്ടില്ല. നെഞ്ചു പൊട്ടിപ്പോയി. കാര്യങ്ങളുടെ കിടപ്പ് അഞ്ജലിക്ക് ഏകദേശം പിടികിട്ടി. 2-ാം നിലയുടെ മുകളിലെ പാരപ്പറ്റിൽ നിന്ന് താഴേക്ക് വീണ അപ്പുവിനെ പിച്ചിപ്പൂവ് എടുക്കാൻ പിന്നാമ്പുറത്തേക്ക് പോയ താൻ താഴെ വീഴാതെ പിടിച്ചെടുത്ത് രക്ഷിച്ചിരിക്കുന്നു. കൊള്ളാം, ദ്രോഹപ്രവൃത്തിയല്ല ഇത്തവണ, പുണ്യകർമ്മം തന്നെ. അമ്മേ, ഞാൻ സംഭവം അറിഞ്ഞിട്ടില്ല. അപ്പുവിനെ രക്ഷിച്ചത് ഞാനല്ല. നിങ്ങളെല്ലാം റൂഫ് ഗാർഡനിൽ ബർത്ത്ഡേ പാർട്ടി കൊണ്ടാടുകയാണെന്ന് കരുതി ധൃതിയിൽ കുളിച്ച് വേഷം മാറി വാതിലടച്ച് മുകളിലോട്ട് വരാനൊരുപെടുകയായിരുന്നു ഞാൻ. മനസ്സാ വാചാ കർമ്മണ ഞാനീ രക്ഷപ്പെടുത്തൽ യജ്ഞത്തിൽ പങ്കാളിയല്ല. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയണമെന്ന് അഞ്ജലി ആഗ്രഹിച്ചുവെങ്കിലും മനഃപൂർവ്വം മൗനം ഭജിക്കുകയാണുണ്ടായത്. കരുണാകരൻ നമ്പ്യാർ അപ്പോൾ അവിടേക്ക് വന്നു. അഞ്ജലിയുടെ മുഖത്തെ അത്ഭുതവും ഒന്നും സംഭവിക്കാത്ത മട്ടിലുള്ള നിൽപ്പും കണ്ടപ്പോൾ അയാൾക്ക് വീണ്ടും സംശയം തോന്നി. നീ പിച്ചിപ്പൂവ് എടുക്കാൻ പിന്നമ്പുറത്തേക്ക് പോയിരുന്നോ? അയാൾ മകളോട് ചോദിച്ചു. പോയി, അവൾ പറഞ്ഞു. ഇതെന്തൊരു ചോദ്യമാ? അവളതിന് പോയത് കൊണ്ടല്ലേ അപ്പുക്കുട്ടൻ രക്ഷപ്പെട്ടത്. സുമതിക്കുട്ടിയമ്മയ്ക്ക് ശുണ്ഠി വന്നു. പിന്നാമ്പുറത്ത് പെൺകുട്ടികളുടേതായ ഒരു കൊച്ചു പൂന്തോട്ടമുണ്ട്. മുടിയിൽ ചൂടാനുള്ള പൂക്കളാണ് അവിടെ വിരിയുക. മുല്ല, പിച്ചി, റോസ്, ജമന്തി തുടങ്ങി പല ഇനങ്ങളുമുണ്ട്. കുളിച്ചു കഴിഞ്ഞാണോ കുളിക്കുന്നതിന് മുമ്പാണോ പോയത്? നമ്പ്യാർ വീണ്ടും ചോദിച്ചു. കുളിക്കൂ. അപ്പോൾ താടി നിന്ന് കാറിന്റെ ഹോൺ തുടരെ തുടരെ മുഴങ്ങി. ഡോക്ടർ വന്നെന്ന് തോന്നുന്നു. നമ്പ്യാർ ഉടൻ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് പോയി. ഇത് തമാശയല്ല, ചിരിച്ചു തള്ളാനുള്ളതല്ല, അഞ്ജലി ഓർത്തു. അവളുടെ മുഖത്ത് പേടിയും ഉദ്യോഗവും ജിജ്ഞാസയും മാറി മാറി ഉദിച്ചു. തന്റെ രൂപത്തിലും ഭാവത്തിലും ഈ വീട്ടിലാരോ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അത് തനിക്ക് വേണ്ടി നല്ലതും ചീത്തയും ചെയ്യുന്നു. എന്താണത്? താൻ തന്നെയാണോ? അഞ്ജലി ചകിതയായി. അഞ്ജലി കുട്ടിയെ രക്ഷിച്ചത് സംബന്ധിച്ചുള്ള സംഭാഷണവും മറ്റും രാത്രി വളരെ നേരം വൈകും വരെ ഉണ്ടായിരുന്നു. അഞ്ജലി എല്ലാം കണ്ടും കേട്ടും നിസ്സംഗതയോടെ ഇരുന്നതേയുള്ളൂ. കരുണാകരൻ നമ്പ്യാർ മകളുടെ ഓരോ ചലനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. രാത്രിയിൽ അഞ്ജലി പതിവ് പോലെ കരുണാകരൻ നമ്പ്യാരുടെ മുറിയിൽ തന്നെയാണ് ഉറങ്ങാൻ കിടന്നത്. മകൾ ഉറങ്ങിക്കഴിഞ്ഞു എന്നുറപ്പായ ശേഷം കരുണാകരൻ നമ്പ്യാർ ഇന്ന് നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഭാര്യയുമായി സംസാരിച്ചു. ഒരു വലിയ ദുരന്തം ഒഴിവായതിനുള്ള സന്തുഷ്ടി മാത്രമായിരുന്നു സുമതിക്കുട്ടിയമ്മയുടെ മനസ്സിൽ. നമ്മുടെ മകൾ അഞ്ജലിയാണ് അപ്പുവിനെ രക്ഷിച്ചതെന്ന് നീ കരുതുന്നുണ്ടോ സുമതി? കരുണാകരൻ നമ്പ്യാർ ചോദിച്ചു. സുമതിക്കുട്ടിയമ്മ ആശ്ചര്യത്തോടെ തിരിഞ്ഞ് ഭർത്താവിനെ തുറച്ചു നോക്കി. എന്തു ചോദ്യമായത്? എന്താത്ര സംശയം? സംശയമുണ്ട്. അഞ്ജു മാത്രമായിരിക്കില്ല, ഈശ്വരനും അതിലൊരു കൈയുണ്ടാവും, സുമതിക്കുട്ടിയമ്മ പറഞ്ഞു. അഞ്ജുവിന്റെ മുഖം നീ ശ്രദ്ധിച്ചോ? അമ്പരപ്പ് മാത്രം. അപ്പു താഴേക്ക് വീഴുന്നത് കണ്ട് വല്ലാതെ പേടിച്ചു കാണും. അവൻ താഴെ വീഴുമ്പോൾ അവൾ ബാത്റൂമിലായിരുന്നു എന്നാണ് എന്റെ സംശയം. നമ്മൾ വന്ന് പറയുന്നത് വരെ നടന്നതെന്താണെന്ന് അവൾ അറിഞ്ഞതേയില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അഞ്ജുവല്ലേ അപ്പുവിനെ രക്ഷിച്ചത്? നമ്മളെല്ലാവരും അവളെ കണ്ടതല്ലേ? അതാണ് ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പുവിനെ രക്ഷിച്ചത് വേഷം കെട്ടി വന്ന യക്ഷിയായാൽ തന്നെ എന്താ, നന്മയല്ലേ ചെയ്തത്? യക്ഷിയും ഭൂതവുമൊന്നുമല്ല സുമതി. എന്നാൽ കിടന്നുറങ്ങാൻ നോക്ക്, എനിക്കുറക്കം വരുന്നു. നമ്പ്യാർക്ക് പക്ഷേ ഉറക്കം വന്നില്ല. ഇടയ്ക്കിടെ അയാൾ മകൾ കിടക്കുന്ന ബെഡിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. എപ്പോഴോ അയാളും ഉറങ്ങി. തന്റെ ഭർത്താവിന്റെ മനസ്സിലുള്ള സംശയത്തെക്കുറിച്ച് സുമതിക്കുട്ടിയമ്മ രമണിയോട് പറഞ്ഞു. രമണിക്ക് അമ്പരപ്പായിരുന്നു. പിന്നെ എന്റെ അപ്പൂട്ടനെ ആര് രക്ഷിച്ചെന്ന അച്ഛൻ പറയുന്നേ? എനിക്കറിയാൻ മേല എന്റെ കുഞ്ഞെ.
രമണി തന്നെ അഞ്ജലിയെ അടുത്ത് വിളിച്ചു ചോദിച്ചു. നീയല്ലേ മോളെ ഇന്നലെ എന്റെ മോനെ രക്ഷിച്ചത്? ചേച്ചിക്കിപ്പോഴെന്താ സംശയം തോന്നാൻ? ഇന്നലെ ഈ സംശയമൊന്നും ഇല്ലായിരുന്നല്ലോ. എനിക്കല്ല, അച്ഛനാണ് സംശയം. ഇന്നലെ നിങ്ങൾ എല്ലാവരും കൂടി സമ്മതിച്ചു തന്നതല്ലേ അപ്പുക്കുട്ടനെ ഞാനാണ് രക്ഷിച്ചതെന്ന്. ഇനിയത് തിരുത്തണ്ടെന്ന് അച്ഛനോട് പറഞ്ഞേക്ക്. രമണി അതോടെ മടങ്ങി. അഞ്ജലി വെളിയിലേക്ക് ഇറങ്ങി. ഇന്നലെ അപ്പുക്കുട്ടൻ വീണു എന്ന് പറഞ്ഞു കേട്ട ഭാഗം അവൾ പോയി നോക്കി. 30 അടിയോളം ഉയരം വരും 2ാം നിലയുടെ മുകളിലെ പാരപ്പറ്റിലേക്ക്. താഴെ ഉറച്ച തറ. മരണമല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാനാവില്ല. 15 കിലോയെങ്കിലും ഭാരം വരുന്ന ഒരു ശരീരം 30 അടി മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ പിടിച്ചെടുക്കണമെങ്കിൽ നല്ല തഴക്കവും വഴക്കവുമുള്ള മല്ലന്മാരെ കൊണ്ടേ പറ്റൂ. ആ കൃത്യമാണ് തന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. നല്ല പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല. എന്നാൽ ചീത്ത പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം താങ്ങാൻ വയ്യ. ഏതായാലും തൽക്കാലം ഒന്നും നിഷേധിക്കാതിരിക്കുകയാണ് നന്നെന്ന് അഞ്ജലിക്ക് തോന്നി. തന്റെ മേൽ എന്ത് വേണമെങ്കിലും അടിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ, പ്രതികരിക്കാതിരിക്കുക. അച്ഛന് ഇപ്പോൾ തന്നെ സംശയമുണ്ട്. സംശയത്തിന് ഇടകൊടുക്കുന്ന ഒരു പെരുമാറ്റവും തന്നിൽ നിന്ന് ഉണ്ടാകരുത്. അഞ്ജലിയുടെ ഭയം ഇതായിരുന്നു. തന്റെ മേൽ ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ നിഷേധിച്ചു കൊണ്ടിരുന്നാൽ അത് തനിക്ക് അസ്വാതന്ത്ര്യം സൃഷ്ടിക്കും. ഇപ്പോൾ തന്നെ വീട്ടുതലങ്ങളിൽ എന്ന പോലെയാണ് കഴിയുന്നത്. ഒരു ദുഷ്ടശക്തി ആവേശിച്ചിട്ടുണ്ടെന്നെങ്ങാനുമായിരിക്കും അച്ഛന്റെ സംശയം. അത് ബലപ്പെട്ടാൽ കുടുംബാംഗങ്ങൾ തന്നെ ഭയത്തോടും സംശയത്തോടും കൂടി വീക്ഷിക്കാൻ തുടങ്ങും. വീട്ടിൽ താൻ ഒറ്റപ്പെടും. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേയുള്ളൂ. ഒന്നും സമ്മതിച്ചു കൊടുക്കാതിരിക്കുക, ഒന്നും നിഷേധിക്കാതെയും ഇരിക്കുക. കാര്യങ്ങൾ എത്രത്തോളം പോകുമെന്ന് കാണാമല്ലോ. അഞ്ജലി ദീർഘനിശ്വാസം അയച്ചു. നമ്പ്യാർ എന്നും അഞ്ജലിയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു പോന്നു. പ്രത്യേകിച്ചൊരു വ്യതിയാനവുമില്ലാതെ ദിനരാത്രങ്ങൾ കടന്നുപോയി. അഞ്ജലി ജോലിക്ക് അപേക്ഷിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഇന്റർവ്യൂവിന് ചെല്ലാൻ അറിയിച്ചുകൊണ്ടുള്ള കാർഡ് കിട്ടി. അധ്യായം 16. കമ്പനിയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. തൊട്ടടുത്ത നഗരത്തിലായിരുന്നതിനാലും വൈകുന്നതിന് മുമ്പ് വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്നതിനാലും അഞ്ജലി തനിച്ചാണ് പോയത്. 4-5 ഒഴിവിന് വേണ്ടി 500ഓളം ഉദ്യോഗാർത്ഥികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ തിരിച്ചു പോയാലോ എന്ന് പോലും അഞ്ജലി ആലോചിച്ചു. അത്രയും പേർക്കിടയിൽ നിന്ന് താൻ തെരഞ്ഞെടുക്കപ്പെടുകയില്ലെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു. ആ മുൻവിധിയോടെയാണ് അവൾ ഇന്റർവ്യൂവിന് ഹാളിലേക്ക് കയറി ചെന്നതും. ജോലി ലഭിക്കുമോ ഇല്ലയോ എന്ന ഭീതി തീർത്തും വിട്ടുപോയിരുന്നതിനാൽ ഒട്ടും പരിഭ്രമിക്കാതെ ചോദ്യകർത്താക്കളെ അഭിമുഖീകരിക്കാൻ അവൾക്ക് കഴിഞ്ഞു. നല്ല തന്റേടത്തോടും പ്രസരിപ്പോടും കൂടി മറുപടികൾ നൽകിയിട്ട് ഇറങ്ങിപ്പോരുകയും ചെയ്തു. ഗേറ്റ് കടന്നതും ആ ജോലിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അത്രയും അവൾ വിട്ടുകളയുകയും ചെയ്തു. ടൗണിൽ നിന്ന് അഞ്ജലി ആനന്ദിന് ഫോൺ ചെയ്തു. ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് വിശദീകരിക്കാനാവാത്ത എന്തെങ്കിലും സംഭവമുണ്ടായോ എന്ന് ആനന്ദ് ചോദിച്ചപ്പോൾ ഒന്ന് സംശയിച്ച ശേഷം അവൾ ഇല്ല എന്ന് തന്നെ മറുപടി നൽകി. ആനന്ദ് കൂടി തന്നെ സംശയത്തോടെ വീക്ഷിക്കാൻ ഇടവരുന്നത് അവൾക്ക് ദുസ്സഹമായിരുന്നു. അഞ്ജലി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രമണിയുടെ ഭർത്താവ് മുരളി വന്നു ചേർന്നിട്ടുണ്ട്. കരുണാകരൻ നമ്പ്യാർ ഇന്റർവ്യൂ എങ്ങനെയിരുന്നെന്ന് ഒരു ഒഴുക്കൻ മട്ടിൽ മകളോട് ചോദിച്ചു. അതേ മട്ടിൽ അഞ്ജലി മറുപടിയും നൽകി. അഞ്ജലി മുറിയിൽ കയറി വേഷം മാറ്റാൻ ഒരുങ്ങിയപ്പോൾ സുമതിക്കുട്ടിയമ്മ കയറി വന്നു. വേഷമൊന്നും മാറണ്ട, മുരളി നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. ഇന്ന് തന്നെ പോകണം. എന്തിന്? രമണി സുഖമില്ലാതെ കിടപ്പാണെന്ന്. അവൾക്കും കുട്ടികൾക്കും ആരുമില്ല ഒരു തുണയ്ക്ക്. എന്താ അസുഖം ചേച്ചിക്ക്? അതൊക്കെ നീ അവിടെ ചെന്ന് അവളോട് ചോദിച്ചാ മതി. ഇപ്പൊ തന്നെ പോകണോ? പിന്നെ അവൻ വണ്ടിയും കൊണ്ടാ വന്നിരിക്കുന്നേ. അമ്മയ്ക്ക് പോകാൻ മേലായിരുന്നോ? ഞാൻ പോയേനെ, അച്ഛന് സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇവിടെ വല്ലതും ഒന്നുണ്ടായാൽ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാനും രഞ്ജിത്തുമൊക്കെയോ? നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? അയ്യ, അമ്മ മാത്രമൊരു മിടുക്കി. എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ വല്ലോരും താങ്ങണം. നീ അവന്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ലയോ? ഡ്രസ്സ് വല്ലതും കൊണ്ടുപോണോ? അവിടെ സ്ഥിര താമസത്തിനല്ല പോകുന്നേ. 2-3 ദിവസത്തേക്ക് രമണിയുടെ ഡ്രസ്സൊക്കെ മതി. അല്ലമ്മേ, 5 ഉള്ള ഡ്രസ്സൊക്കെ കെട്ടിപ്പൊതിഞ്ഞെടുത്തോട്ടെ. വാതിൽക്കൽ വന്നു നിന്ന് മുരളി തമാശ എന്നോണം പറഞ്ഞു. ചുമക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അഞ്ജലി തിരിച്ചടിച്ചു. മുരളിയെ നേരത്തെ മുതൽക്കേ അവൾക്കത്ര പിടുത്തമില്ല. ചില്ലറ വിളച്ചിലൊക്കെ അയാൾക്കുണ്ടെന്നറിയാം. മുഖസ്തുതി പറയാൻ മിടുക്കൻ. ആളത്ര ശുദ്ധനൊന്നുമല്ലെന്ന് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്. തന്റെ അടുത്തും ഉപായത്തിൽ ചില വേലത്തരങ്ങളൊക്കെ ഇറക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 4 ആൾ കാണുകയാണെങ്കിൽ 8 അടി അകന്നു നിന്നേ സംസാരിക്കൂ.
പരമശുദ്ധൻ, മാന്യൻ. ആരും കാണാനില്ലെങ്കിൽ കവളത്തൊന്ന് തോണ്ടണം, മൂക്കു പിടിച്ചൊന്ന് കശക്കണം, തോളിൽ അമർത്തിയൊന്ന് പിടിക്കണം, നിതംബത്തിൽ പതുക്കെയൊന്ന് തല്ലണം. അങ്ങനെ പലതും. വലിയ കാരണവർ കൊച്ചുകുട്ടികളോട് വാത്സല്യം കാണിക്കുന്ന ഭാവത്തിലാണ് പ്രകടനങ്ങളെല്ലാം. വാതിൽക്കലെങ്ങാനും നിൽക്കുകയാണെങ്കിൽ ഒന്ന് മാറി നിൽക്കൂ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും മുട്ടിയുരുമി കടന്നു പോകാനും കേമൻ. പക്ഷേ താൻ തറപ്പിച്ചെന്ന് നോക്കിയാൽ ചൂളിത്തിരിഞ്ഞ് ഒന്നും അറിയാത്ത മട്ടിൽ ഒരു മോളിപ്പാട്ടും പാടി സ്ഥലം കാലിയാക്കുകയും ചെയ്യും. വഷളത്തരമൊന്നും തന്റെ അടുത്ത് വേണ്ടെന്ന് ഒരിക്കൽ മുഖത്ത് നോക്കി പറയേണ്ടിയും വന്നിട്ടുണ്ട്. രമണി ചേച്ചി പ്രസവിച്ച് കിടന്നപ്പോൾ സഹായത്തിന് ആ വീട്ടിൽ ചെന്ന് നിന്ന അവസരത്തിലായിരുന്നു അത്. പക്ഷേ ഇവിടെ അച്ഛന്റെയും അമ്മയുടെ മുന്നിൽ വരുമ്പോൾ പഞ്ചപാവം, പച്ചവെള്ളം ചവച്ചിറക്കുന്നവൻ. എന്നാൽ താമസിക്കണ്ട, പോകാം, മുരളി പറഞ്ഞു. പോകുന്നുവെങ്കിൽ വേഗം പോ, രാത്രി ഒരു 9 മണിക്ക് മുമ്പെങ്കിലും അങ്ങെത്തണ്ടേ, കരുണാകരൻ നമ്പ്യാർ നീരസത്തോടെ പറഞ്ഞു. ഒരു കപ്പ് കാപ്പിയും കഴിച്ച് അഞ്ജലി കാറിൽ മുരളിയോടൊപ്പം പുറപ്പെട്ടു. ഇന്റർവ്യൂ എങ്ങനെയിരുന്നു? മുരളി യാത്രക്കിടയിൽ ചോദിച്ചു. സാധാരണ പോലെ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഓ, അവൾ ഒരലക്ഷ്യ ശബ്ദം പുറപ്പെടുവിച്ചു. അഞ്ജുവിന് ഇനി ജോലിക്കൊക്കെ പോകേണ്ട വല്ല കാര്യവുമുണ്ടോ? തടിമിടുക്കുള്ള ഒരുത്തനെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാൻ പോരായോ? അതെനിക്ക് ഒരു 6-7 കൊല്ലം മുമ്പേ വേണമെങ്കിലും ആകാമായിരുന്നല്ലോ. മധുര 17ന്റെ പ്രായത്തിൽ അല്ലേ? അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നല്ലൊരു കാലമൊക്കെ ചുമ്മാ ആർക്കുമില്ലാതെ പാഴക്കി കളഞ്ഞു. ഒരു വഷളം ചിരിയോടെ അയാൾ ഒളികണ്ണിട്ട് അവളെ നോക്കി. അഞ്ജലി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇപ്പൊ തന്നെ ജോലി വേണ്ടിയിട്ട് വല്ലതുമാണോ ഈ ഇന്റർവ്യൂവിനും മറ്റുമൊക്കെ പോകുന്നേ? ജോലി കിട്ടിയിട്ട് എന്തോ ചെയ്യാനാ? ആ, പിന്നെ ചെത്തി നടക്കാം, 4 ആളുടെ മുമ്പിൽ വിലസാം. അടുക്കളയിൽ ഒതുങ്ങിയാൽ അതൊന്നും പറ്റുകയല്ലോ. അപ്പോ മുരളിയേട്ടന് സാമാന്യ വിവരമുണ്ട്. പിന്നെ ഇല്ലാതെ. തെരുവ് വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞു. വാഹനങ്ങളിൽ ലൈറ്റുകൾ പ്രകാശിച്ചു. അഞ്ജലി വീട്ടിൽ വന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. വിശക്കുന്നുണ്ടോ? ഏയ് ഇല്ല. വേണമെങ്കിൽ വല്ല ഹോട്ടലിലും കയറി കഴിക്കാം. വീട്ടിൽ ചെന്നാൽ അത്താഴം കാണുകയില്ലേ? അത് മതി. അപ്പോ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഓ, കല്യാണക്കാര്യം. ഞാൻ രമണിയെ കാണാൻ വന്നപ്പം ആദ്യം കണ്ടത് നിന്നെയാ. നിനക്കൊരു 16 വയസ്സ് കാണും. അന്നെന്തായിരുന്നു നിന്റെ ഒരു സൗന്ദര്യവും ശാലീനതയും? കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകും. ഇപ്പം മാറിപ്പോയി. നീ സുന്ദരിയല്ലെന്നല്ല പറഞ്ഞത്, ഒരിരുത്തം വന്ന സ്ത്രീയെപ്പോലെ ആയിപ്പോൾ. അങ്ങനെയല്ലേ വേണ്ടത്? അഞ്ജലി ചോദിച്ചു. സഡൻ ബ്രേക്ക്. ആരോ റോഡ് മുറിച്ച് കടന്നതാണ്. കഴിവുകളുടെ മോനൊക്കെ ഇടം വല നോക്കാതെ എടുത്ത് ചാടിക്കോളും. മുരളി ഉറക്കെ പ്രാഗി. കേട്ടോ അഞ്ജു, ഡ്രൈവർമാരൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നേ മരിക്കൂ. ദിവസം ഒരു 10-20 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നവന് ശരാശരി ഒരു അറ്റാക്ക് എങ്കിലും ദിവസേന ഉണ്ടാകുന്നുണ്ട്. ഓരോ സഡൻ ബ്രേക്കിന് പിന്നിലും ഒരു അറ്റാക്കുണ്ട്. ചെറുതായതുകൊണ്ട് ആരും ഗവനിക്കാറില്ലെന്ന് മാത്രം. വണ്ടി ഓടിക്കേണ്ടെന്ന് വെക്കണം. ഇതുപോലൊരു അത്യാവശ്യം വന്നാൽ ഒഴിവാക്കാൻ പറ്റുമോ? പിന്നെ കുറെ നേരത്തേക്ക് മുരളി നിശബ്ദനായി ഇരുന്നു. ഡ്രൈവിംഗിൽ മാത്രമാണ് ശ്രദ്ധ. അഞ്ജലി ഗ്ലാസ് ഉയർത്തിവെച്ച് അതിലേക്ക് തല ചായ്ച്ച് ഇരുന്നു. ഇടയ്ക്കൊന്നു മയങ്ങി. ഉണരുമ്പോൾ വണ്ടി നിന്നിരിക്കയാണ്. ശബ്ദമില്ല, വെളിച്ചമില്ല. ഏതാണ് സ്ഥലമെന്നറിയില്ല. ചുറ്റോടു ചുറ്റും കൂരിരുട്ട്. അഞ്ജലി വല്ലാതെ പേടിച്ചു പോയി. മുരളി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ടെന്ന് മനസ്സിലായി. അയാൾ ഒരു സിഗരറ്റ് കൊളുത്തിയപ്പോൾ കാറിനുള്ളിൽ വെളിച്ചമുണ്ടായി. എന്തുപറ്റി? അവൾ വേവലാതിയോടെ ചോദിച്ചു. ബ്രേക്ക് ഡൗൺ. മുരളി ചിരിച്ചു. ഇനി എന്തു ചെയ്യും? വല്ല ഹോട്ടലിലും മുറിയെടുക്കാം, രാത്രി തങ്ങാം, രാവിലെ കാർ നന്നാക്കിക്കൊണ്ട് സന്തോഷമായിട്ട് പോകാം. മുരളി കാര്യമായിട്ടാണോ കളയാക്കിയാണോ പറഞ്ഞതെന്നറിയാതെ അഞ്ജലി അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ഒരു വരണ്ട ചിരിയുണ്ട് അയാളുടെ മുഖത്ത്. സിഗരറ്റ് കനൽ ജ്വലിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലും തീക്കനലുണ്ടെന്ന് അവൾക്ക് തോന്നി. ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാനൊന്നും എന്നെ കിട്ടില്ല, അഞ്ജലി ദൃഢസ്വരത്തിൽ പറഞ്ഞു. അത് പിന്നെ എനിക്കറിയരുതോ? മുരളി ചിരിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അതിനൊക്കെ ഒരു യോഗവും ഭാഗ്യവുമൊക്കെ വേണം. ഞാൻ ജന്മന ഒരു ഭാഗ്യദോഷിയാണല്ലോ. പൂച്ചക്കുഞ്ഞാണെന്ന് കരുതി ഞാൻ തലോടുന്നതെല്ലാം പാമ്പുകളെ. ഒന്ന് തൊടുമ്പോഴേക്കും ചീറ്റാനും കൊത്താനും വരും. പറഞ്ഞു നിർത്തിയിട്ട് അയാളൊരു വഷളം ചിരി ചിരിച്ചു. പിന്നെ എന്തിനാ ചേട്ടൻ പറഞ്ഞത് ഹോട്ടലിൽ മുറിയെടുത്ത് തങ്ങേണ്ടി വരുമെന്ന്? അഞ്ജലി ചോദിച്ചു. സന്മനസ്സുണ്ടെങ്കിൽ അങ്ങനെയുമാകാം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചിരി. യാത്രാമധ്യേ നട്ടപ്പാതിരയ്ക്ക് വിജനവീഥിയിൽ കാർ കേടാകുന്നു. നായകനും നായികയും ഹോട്ടലിൽ പോയി മുറിയെടുക്കുന്നു.
കുളിച്ചു ഫ്രഷായി വന്ന് അത്താഴം കഴിക്കുന്നു. പിന്നെ നായകന്റെ സ്പർശനത്തിൽ ഒരു നിമിഷത്തെ ദൗർബല്യത്തിൽ നായിക മയങ്ങി വീഴുന്നു. പിന്നീട് പശ്ചാത്തപിക്കാൻ അവൾക്ക് അവസരം കിട്ടുന്നുമുണ്ട്. സിനിമയിലെ കഥയാണ് ഈ പറയുന്നത് കേട്ടോ. അഞ്ജു മനസ്സ് വെക്കുന്നില്ലെങ്കിൽ ഇതും നമ്മളും തമ്മിൽ എന്ത് ബന്ധം? അഞ്ജലി ഉടൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. മുരളിയും വെളിയിലിറങ്ങി. എന്താ ഉദ്ദേശ്യം? മുരളി ചോദിച്ചു. സിനിമയിൽ ചില വഷളന്മാർ മനഃപൂർവ്വം കാർ കേടാണെന്ന് വരുത്തി തീർക്കാറുമുണ്ട്. ഇതങ്ങനെ വല്ലതുമാണോ എന്നറിയണമല്ലോ. മുരളി പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അതാണ് കാര്യം. നിനക്കെന്നെ ഒട്ടും വിശ്വാസമില്ല. അഞ്ജലി മറുപടിയൊന്നും പറഞ്ഞില്ല. ശരി, നമുക്ക് വല്ല ബസ്സിലോ ഓട്ടോയിലോ കയറി ആദ്യം കാണുന്ന വർക്ക്ഷോപ്പിലിറങ്ങി മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരാം. തകരാറ് നിസ്സാരമാണെങ്കിൽ കാറിൽ തന്നെ പോകാം. അല്ലെങ്കിൽ ടാക്സി പിടിച്ച് അഞ്ജലി പൂരിപ്പിച്ചു. എന്റെ കാർ വഴിയിലിങ്ങനെ ഉപേക്ഷിച്ചിട്ടോ? അതെങ്ങനെയായാലും വേണ്ടില്ല. ശരി ശരി, എല്ലാം അഞ്ജുവിന്റെ ഇഷ്ടം. മുരളി റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിച്ചു തുടങ്ങി. ഒരു ഓട്ടോറിക്ഷ നിർത്തി. അതിൽ കയറിപ്പറ്റി. ഏറ്റവും അടുത്ത വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് അയാൾ ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചു. 3 കിലോമീറ്റർ പോയാൽ മതിയെന്ന് മറുപടി കിട്ടി. ഓട്ടോ നീങ്ങി. 10 മിനിറ്റിനുള്ളിൽ വർക്ക്ഷോപ്പിലെത്തി. അവിടെ നിന്ന് മെക്കാനിക്കിനെ വിളിച്ച് ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്ന് കാർ റിപ്പയർ ചെയ്ത് വീണ്ടും യാത്രയാവുമ്പോഴേക്കും മണിക്കൂർ 2 കടന്നു പോയി കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തിയപ്പോൾ രമണി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞു. അഞ്ജലിയെ കണ്ടത് രമണിക്ക് വലിയ സന്തോഷമായി. ചേച്ചി ഞങ്ങളെയെല്ലാം പേടിപ്പിച്ചു കളഞ്ഞല്ലോ. രോഗം, ഹോസ്പിറ്റൽ എന്നൊക്കെ കേട്ടിട്ട് അമ്മ വിഷമിച്ചിരിക്കുക. അഞ്ജലി പറഞ്ഞു. നിങ്ങളെന്താ ഇത്ര താമസിച്ചത്? വഴിക്ക് കാർ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ വല്ല തരത്തിലും മെക്കാനിക്കിനെ വരുത്തി റിപ്പയർ ചെയ്യിച്ചിട്ട് പോരുകയായിരുന്നു. എന്റെ അഞ്ജു, നിന്റെ കാര്യം ഞങ്ങൾ പറയാത്ത ദിവസമില്ല. എന്റെ അപ്പൂനെ നീ രക്ഷിച്ച കാര്യം ഓർത്താൽ. ഓ. അഞ്ജലി ഒരലക്ഷ്യ ശബ്ദം പുറപ്പെടുവിച്ചു. കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ചേച്ചിയും അനുജത്തിയും കൂടിയിരുന്ന് സ്വകാര്യം പറഞ്ഞു. രമണി കിടപ്പ് തന്നെ. ആരെങ്കിലും താങ്ങിപ്പിടിച്ചാൽ എഴുന്നേറ്റ് നടക്കും. പെട്ടെന്ന് തന്നെ കിടക്കണം. പുറമേ കണ്ടാൽ രോഗമോ ക്ഷീണമോ ഒന്നുമില്ല. ചേച്ചിക്കെന്താ അസുഖം? അഞ്ജലി ചോദിച്ചു. ആദ്യം മടിച്ചുവെങ്കിലും രമണിക്ക് തുറന്ന് പറയേണ്ടി വന്നു. ഒരബോഷന് വിധേയായിട്ടിരിക്കുകയാണവൾ. മൂന്നാമതൊരു കുഞ്ഞു വേണ്ടെന്നതാണ് കാരണം. ഒരു പിഴ പറ്റിപ്പോയി. ഉദ്ദേശിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യം. 2 ദിവസം ആശുപത്രിയിൽ കിടന്നു. ദേഹമൊട്ടും അനക്കാതെ വിശ്രമിക്കണമെന്നാണ് ഡോക്ടറുടെ കൽപ്പന. കുട്ടികൾക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. രമണി കിടക്കുകയാണെങ്കിലും അവർ അവളുടെ മേൽ തലകുത്തി മറിയും. അവരെ 2-3 ദിവസത്തേക്ക് ഒന്ന് നിയന്ത്രിച്ചു നിർത്താൻ ആരെങ്കിലും വേണം. വേലക്കാരി പറഞ്ഞാൽ അനുസരണയില്ല. മുരളിക്ക് വീട്ടിലിരിക്കാൻ നേരവുമില്ല. അഞ്ജലി പിറ്റേന്നു മുതൽ കുട്ടികളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അപ്പുവിനും വിഷ്ണുവിനും അവളെ പേടിയുണ്ട്. അവൾ പറഞ്ഞാൽ മടികൂടാതെ അനുസരിക്കും. അഞ്ജലി എത്തിയതിന് പിറ്റേന്ന് രമണിക്കൊരു വല്ലായ്മയുണ്ടായി. പെട്ടെന്നൊരു ബ്ലീഡിംഗ്. ഉടൻ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ രമണിയെ അഡ്മിറ്റ് ചെയ്തു. 2 ദിവസം കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ അറിയിച്ചു. ആദ്യ ദിവസം അഞ്ജലി ആശുപത്രിയിൽ രാത്രി ഉറക്കൊഴിഞ്ഞ് രമണിക്ക് കൂട്ടിരുന്നു. അടുത്ത ദിവസമായപ്പോഴേക്കും രമണിയുടെ നില ഭേദമായി. രമണി തന്നെ അഞ്ജലിയെ വിളിച്ചു പറഞ്ഞു. ഇന്ന് നീ ഉറക്കൊഴിച്ച് എനിക്ക് കാവലിരിക്കുകയൊന്നും വേണ്ട. മാത്രമല്ല വീട്ടിൽ കുട്ടികൾക്കൊരു കൂട്ടില്ലല്ലോ. നീ പൊയ്ക്കോ. നാളെ എനിക്ക് പോകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഇനിയൊന്നും പേടിക്കാനില്ല. അഞ്ജലി മനസ്സില്ലാ മനസ്സോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അഞ്ജലിയെ വീട്ടിലെത്തിച്ച ശേഷം മുരളി ടൗണിലേക്ക് കാറോടിച്ചു പോയി. അയാൾ തിരിച്ചെത്തിയപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. അഞ്ജലിയാണ് വാതിൽ തുറന്നു കൊടുത്തത്. ചേട്ടൻ എന്താ വൈകിയത്? അവൾ ചോദിച്ചു. വൈകിയൊന്നുമില്ല പെണ്ണെ. വൈകിയെന്ന് നിനക്ക് തോന്നുന്നതാ, അയാൾ പറഞ്ഞു. ഇല്ലേ, മണി 10 കഴിഞ്ഞു. വാച്ചിലോട്ടൊന്ന് നോക്ക്. ഓ, 10 മണി. 10 മണിയൊക്കെ നേരത്തെയാ. നീ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്ന് ഓർത്തിട്ടാ ഞാനിത്രയും നേരത്തെ വന്നത്. കുടിച്ചിട്ടാണോ വരവ്? ഓ, ഒരു ചെറിയ കമ്പനി. പിള്ളേരി ഉറങ്ങിയോടെ പെണ്ണെ. ആ എടിയെന്നും പെണ്ണെയെന്നുമുള്ള സംബോധന അഞ്ജലിക്ക് തീരെ രസിച്ചില്ല. അവൾ അനിഷ്ടത്തോടെ പറഞ്ഞു. ഉറങ്ങി. നന്നായി. അയാൾ മുറിയിൽ കയറി വേഷം മാറി. പിന്നെ കിടപ്പറയിലേക്ക് പോന്നു. അഞ്ജലി ഭക്ഷണം എടുത്തു വെച്ചിട്ട് ചെന്ന് വിളിച്ചു. ഒന്നും കഴിക്കുന്നില്ലേ? എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, പുറത്തുനിന്ന് കഴിച്ചു. എന്നാൽ ഞാൻ ഉറങ്ങാൻ പോണു. പോകാൻ വരട്ടെ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോണ്ട് വാ.
അഞ്ജലി അടുക്കളയിൽ ചെന്ന് ചൂടുവെള്ളം തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുത്തു. പിള്ളേരൊക്കെ നല്ല ഉറക്കാണല്ലോ അല്ലേ? അയാൾ കൊതിയോടെ അവളെ അടിമുടി നോക്കി. അതല്ലേ മുമ്പേ പറഞ്ഞത്, എത്ര പ്രാവശ്യം പറയണം? കോപിക്കാതടി പെണ്ണെ, സുന്ദരികൾക്ക് കോപം നല്ലതല്ല. സ്കിന്നിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. ഓ, ഞാൻ സഹിച്ചു. പക്ഷെ എനിക്ക് സഹിക്കാൻ മേല. നീ എപ്പോഴും സുന്ദരിയായിട്ടിരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. ചുവന്നു തുടുത്ത ആപ്പിൾ പോലെ. കുടിച്ചാൽ പിന്നെ ബോധവും പൊക്കണവും ഒന്നും വേണ്ടല്ലോ അല്ലേ? അമ്മയോടായാലും അനുജത്തിയോടായാലും ഇതായിരിക്കും ശൈലി. എടി പെണ്ണെ. മുരളി അവളുടെ കയ്യിൽ കയറി പിടിച്ച് ഒരൊറ്റ വലി. മുന്നോട്ട് വേച്ചുപോയ അവൾ അയാളുടെ ദേഹത്ത് വന്നിടിച്ചു. മുരളി ക്രൗര്യത്തോടെ തുടർന്നു. കണ്ടമാന് നെകളിക്കല്ലേടി. കാണാൻ ചന്തമുള്ള ഒരു മുഖവും ശരീരവും ഉണ്ടെന്ന് കരുതി കേട്ടോ. കയ്യെന്ന് വിട്. അഞ്ജലി കുതറി. ബലം പ്രയോഗിക്കുകയാണോ നീ? ശരി, എന്നാലൊന്ന് കണ്ടിട്ടേയുള്ളൂ. ഞാൻ നിലവിളിക്കും, പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് കയ്യെന്ന് വിടുന്നതാ നല്ലത്. നീ നിലവിളിക്ക്, പൊതുജനങ്ങള് ഓടിക്കൂടട്ടെ, എന്നിട്ടേ നിന്നെ വിടുന്നുള്ളൂ. മുരളിയേട്ടാ, ദയവ് ചെയ്ത് വെറുതെ പ്രശ്നമുണ്ടാക്കരുത്. ചേട്ടൻ കുടിച്ചിട്ടുണ്ട്, വഷളത്തരം കാണിക്കരുത്. അല്ല, നീയൊന്ന് ബലം പിടിച്ചേ, കാണട്ടെ എന്തുമാത്രം വരുമെന്ന്. അഞ്ജലി സർവശക്തിയുമെടുത്ത് കൈവെട്ടിച്ചു. മുരളിയുടെ പിടിവിട്ടുപോയി. അയാൾ വേഗം ചാടി അവളുടെ ഗൗണിൽ പിടുത്തമിട്ടു. കട്ടിലിലേക്ക് വലിച്ചിടുകയും ചെയ്തു. പിടഞ്ഞടിച്ചുകൊണ്ടിരുന്ന അവളുടെ മുഖം ബലമായി അയാൾ പിടിച്ചു വെച്ച് ചുംബിച്ചു. എന്തിനാടി ഈ പോസ്? കുറെ നാളായിട്ട് ഞാനിത് കാണുന്നല്ലോ. നീ ആരാണെന്നാ നിന്റെ വിചാരം? മര്യാദയ്ക്ക് ഞാൻ പറയുക, ലോകത്ത് ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. അത് കാരണം ഒരിടത്തും ആകാശം ഇടിഞ്ഞു വീണതായിട്ട് കേട്ടിട്ടുമില്ല. 1-2 മണിക്കൂറോ ഒരു രാത്രിയോ എന്നെ പ്രേമിച്ചെന്ന് കരുതി ഒരു നഷ്ടവും നിനക്ക് വരാൻ പോകുന്നില്ല. ലോകത്താരും അറിയാനും പോകുന്നില്ല. ഈ സന്തോഷം നഷ്ടപ്പെടുത്തിയിട്ട് നീ എന്തു നേടാനാ? ദേവതയാകാൻ പോകുന്നോ? വിടാനാ പറഞ്ഞത്. അഞ്ജലി ചീറി. മിണ്ടരുത്, മിണ്ടരുത്. അയാൾ അവളുടെ വായ് പൊത്തി. എന്താ നിന്റെ പേടി? പറഞ്ഞോ. രമണി അറിയുമെന്നാണോ? അവളുടെ നിഴല് പോലും അറിയാൻ പോകുന്നില്ല. അതോ നീ വല്ലവനെയും പ്രേമിക്കുന്നുണ്ടോ? നോക്ക്, അവനിപ്പം ഇതുപോലെ വല്ല പെണ്ണുങ്ങളുടെയും കൂടെ കിടക്കുകയായിരിക്കും. അഞ്ജലി പിടഞ്ഞെഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. മുരളി അവളെ വീണ്ടും കിടക്കയിലേക്ക് തള്ളിയിട്ടു. വല്ല കുഴപ്പവും ഉണ്ടാകുമെന്നാണ് നിന്റെ പേടിയെങ്കില് അതിനുള്ളതും ഞാൻ കരുതിയിട്ടുണ്ട്. അതോടെ അഞ്ജലിക്ക് തീർച്ചയായി, ഇത് കുടിച്ചിട്ട് വന്ന് ലക്കില്ലാതെ കാട്ടുന്ന പേപ്പിടിയില്ല, കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. അഞ്ജലിയുടെ മീതയ്ക്ക് കമിഴ്ന്നു വീണ അയാളുടെ കഴുത്തിൽ പിടിച്ച് അഞ്ജലി തള്ളി അകറ്റി. ചുമലിലൂടെ ഉരസിക്കൊണ്ട് ഒറ്റക്കൈയിൽ ആ മുഖം മുകളിൽ മുട്ടുവളം ഉയർത്തിയിട്ട് ഇരുചികിടത്തും ആഞ്ഞടിക്കാൻ അവൾ വെമ്പി. പക്ഷേ അതിനുള്ള കരുത്തില്ല. മൽപിടുത്തത്തിനിടയിൽ തള്ളിയിടാൻ ഒരു വേള അവൾക്ക് കഴിഞ്ഞു. കിട്ടിയ അവസരം മുതലാക്കി അവൾ വാതിലിനപ്പുറത്തേക്ക് ഓടുകയും ചെയ്തു. കുട്ടികളെ ഉറക്കിക്കിടത്തിയിരുന്ന മുറിയിൽ കയറി അവൾ വാതിലടച്ചു. പുറകെ വന്ന മുരളി വാതിലിൽ തട്ടി വിളിച്ചു. അയാൾ കതക് ചവിട്ടിപ്പൊളിക്കുമോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. ഉറങ്ങുന്ന അപ്പുവിനെ വാരിപ്പിടിച്ചുകൊണ്ട് അവൾ കട്ടിലിൽ വന്നു കിടന്നു. ഭയം കൊണ്ട് അവൾ വിറയ്ക്കുന്നുമുണ്ടായിരുന്നു. അഞ്ജു വീണ്ടും വാതിലിൽ തട്ടി വിളിക്കുന്നു. വാതിൽ തുറക്ക് അഞ്ജു. ഞാൻ നിന്നെ ഒന്നും ചെയ്യുകയില്ല. നീ വെറുതെ പ്രശ്നം വഷളാക്കരുത്. പ്ലീസ് വാതിൽ തുറക്ക്. നിന്നെ ഞാൻ സ്പർശിക്കുക പോലുമില്ല. അഞ്ജലി ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാതെ കിടന്നു. അഞ്ജു പ്ലീസ്, ആരോടും പറയരുത്. അത് മറന്നു കളഞ്ഞേക്ക്. ഞാൻ നിന്റെ കാല് പിടിക്കാം. അഞ്ജലി തലയിണയിൽ മുഖമമർത്തി ഏങ്ങലടിച്ച് കരഞ്ഞു. മുരളി കുറച്ചു സമയം കൂടി കാത്തുനിന്നു. അകത്തുനിന്ന് അഞ്ജലിയുടെ കരച്ചിൽ കേട്ടു. കുട്ടികൾ ഉണരുമോ എന്ന് അയാൾ ശങ്കിച്ചു. അപ്പു ഉണർന്നാൽ പ്രശ്നമാകും. അവൾ അവനോട് കരച്ചിലിന്റെ കാരണം പറയുകയേ വേണ്ടൂ. നാളെ അത് രമണിയുടെ ചെവിയിലെത്തിക്കും. നാശം പിടിച്ച പെണ്ണ്. കുഴപ്പമാകുമല്ലോ. അയാൾ കാതോർത്തു. കുട്ടികൾ ഉണരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. അഞ്ജലി നാളെ ഇക്കാര്യം രമണിയോട് പറയുമോ? രാവിലെ കണ്ട് അവളോടൊന്ന് കെഞ്ചാം. മുരളി തന്റെ കിടപ്പറയിലേക്ക് തിരിച്ചു നടന്നു. വാതിലടച്ചിട്ട് അയാൾ കട്ടിലിൽ ചെന്ന് കിടന്നു. അഞ്ജലിയോട് അഭിനിവേശം തോന്നിയ നിമിഷങ്ങളെ അയാൾ ശപിച്ചു. ഒന്നും വേണ്ടായിരുന്നു. രമണി അറിഞ്ഞാൽ ഭൂകമ്പമുണ്ടാകും. കരച്ചിലും പിഴിച്ചിലും പോട്ടേന്ന് വയ്ക്കാം. മുനവെച്ചുള്ള സംസാരമായിരിക്കും പിന്നെ ഒരു കൊല്ലത്തേക്ക്. മുരളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പെൺവിഷയത്തിൽ താനൊരു പരാജയമാണ്.
എന്ന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അയാൾ കണ്ണടച്ചു. ഒരു പേക്കിനാവിന്റെ ക്ലൈമാക്സിൽ അയാൾ ഞെട്ടി കണ്ണു തുറന്നു. ഒരു കാലച്ച അടുത്തു വരുന്നത് പോലെ തോന്നി. മുഖം തിരിച്ചു നോക്കിയപ്പോൾ അഞ്ജലി വാതിൽ കടന്നു വരികയാണ്. വാതിൽ താൻ അടച്ചതായിരുന്നുവല്ലോ. തഴുതിട്ടുവെന്നാണ് ഓർമ്മ. അവളുടെ മുഖമെന്താ വല്ലാതെ? അത് ജ്വലിക്കുന്നുണ്ടോ? കണ്ണുകളിൽ നിന്ന് അഗ്നിസ്ഫുല്ലിംഗങ്ങൾ പറക്കുന്നുണ്ടോ? അത് അവളല്ലേ? ഉവ്, അതേ ഗൗൺ, അതേ മുഖം, അതേ മുടി. രക്തം പുരണ്ട ഒരു ചിരിയുണ്ട് അവളുടെ ചുണ്ടുകളിൽ. അഞ്ജു! അയാൾ ഭയന്ന് വിളിച്ചു. ശബ്ദം കാറ്റുപോലെ പുറത്തേക്ക് വന്നു. കൈ ഉയർത്തി വിലങ്ങനെ ആട്ടി തടയാൻ ശ്രമിച്ചു. അവൾ കട്ടിലിനടുത്തെത്തി. വലതു കരം നീട്ടി അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി. ഒറ്റക്കൈയിൽ അയാളെ മേലോട്ട് പൊക്കി. കട്ടിലിനും മച്ചിനുമിടയിൽ വായുവിൽ പേടിച്ചരണ്ട കുട്ടിയെപ്പോലെ അയാൾ കൈകാൽ കുടഞ്ഞു. അയാളുടെ ശിരസ് മേൽത്തട്ടിൽ മുട്ടി. ശ്വാസം കിട്ടാതെ അയാൾ പുളഞ്ഞു. ഇടത് കൈ വീശി ഒറ്റയടി. കവിൾ പൊട്ടി. പല്ലുകൾ ഇളകി. വായ്ക്കുള്ളിൽ ചോര നിറഞ്ഞു. തുടരും.